LDF കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ഈ വീതികളിലൂടെ കടന്നു വരുന്നു. ഈ പ്രതിഷേധ മാർച്ച് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ചേരുന്ന ഉപരോധ സമരം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ ഡോക്ടർ NJ രാജു ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ഉപരോധ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രമുഖ നേതാക്കൾ സംസാരിക്കുന്നു. ഞാനിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇന്നെ വന്നു സമയത്ത് ടൈമിലെ അതെ രജി സക്രിയ DC ആണല്ലേ? ഇല്ലില്ല, ഇതിലില്ല. നമ്മുടെ ഉപരോധ സമരം ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രവർത്തകർ എല്ലാവരും മുഴുവൻ കസേരയിലും കയറിയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പുറകുവശത്തും രണ്ട് സൈഡിലും കസേര കാര്യമായിട്ട് കിടപ്പുണ്ട്. പരമാവധി പ്രവർത്തകർ ഈ കസേരകളിൽ ഉപവിഷ്ടരായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവര് വയനാടുമായി ബന്ധപ്പെട്ട ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ സ്റ്റേറ്റ് ഒട്ടക്ക് LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോരുത്തരും അവനവൻ ഉൾപ്പെടുന്ന ചിത്രങ്ങൾ എടുത്ത് അവനവന്റെ ഫേസ്ബുക്കിൽ വയനാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാചകങ്ങൾ ചേർത്ത ഒരു സെൽഫി ഇവിടുന്ന് ഇടണം. അത് നവമാധ്യമ ക്യാമ്പയിന്റെ തീരുമാനമാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കണം. നമ്മുടെ മുഴുവൻ ആളുകളും ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വരണം. ഈ റൂട്ടിലുള്ള ഗതാഗതം തിരിച്ചുവിട്ടിട്ടുണ്ട്, വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. മുഴുവൻ പേരും ഈ മൈക്കിന്റെ നേരെ എതിർവശത്ത് വന്ന് നിൽക്കുകയോ ഒക്കെ ആവണം, ഉള്ള സ്ഥലത്ത് ഇരിക്കുകയോ ആവണം. മുഴുവൻ പേരും ഇങ്ങോട്ട് വരണം. ദൂരെ മാറി നിൽക്കുന്നവരും ഇവിടെ വന്ന് സഹായിക്കണം. ദൂരെ മാറി നിൽക്കുന്ന എല്ലാവരും ഈ നേരെ വാതിക്കൽ വന്ന് സഹായിക്കണം. അതും നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായി ചിത്രങ്ങൾ നമുക്ക് കയറ്റിവിടേണ്ടതാണ്. നമ്മുടെ ക്യാപ്ഷൻ കൊടുക്കുന്നത് വയനാട് എന്താ ഇന്ത്യയിലല്ലേ, ഇതാണ് ക്യാമ്പയിൻ.
വയനാട് എന്താ ഇന്ത്യയിലല്ലേ എന്ന തലക്കെട്ടിലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഉപരോധ സമരം ആരംഭിക്കുകയാണ്. ഈ ഉപരോധ സമരത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം അധ്യക്ഷ വഹിക്കാൻ ബഹുമാനായ CPM ജില്ലാ സെക്രട്ടറി AV റസൽ അവരെ ക്ഷണിക്കുന്നു. ഐതിഹാസികമായ ഈ സമരത്തിൽ അണിയരങ്ങെത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാനിയരായ നേതാക്കന്മാരെയും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലായി ഇവിടെ എത്തിയിട്ടുള്ള LDFന്റെ ഊർജ്ജസ്വലരായ പ്രവർത്തകരെ, സഖാക്കളെ, കേരളം അനിതര സാധാരണമായ ആവേശോജ്വലമായ ഒരു സമരത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. കേരളത്തോട് കാട്ടുന്ന കടുത്ത അവഗണനയ്ക്കും വിവേചനത്തിനുമെതിരെ വയനാടും കേരളവും ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധ സമരമാണ് ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നത്. തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിൽ ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിലും പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള ഏറ്റവും കരുത്തുറ്റ വാശിയോടുകൂടിയ വീറോടുകൂടിയ സമരമാണ് ഇന്ന് നടക്കുന്നത്. ഈ സമരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കന്മാരെല്ലാം ഇവിടെ അണിചേർന്നിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുക്കുവാനുള്ള നമ്മുടെ പ്രവർത്തകർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വളരെ കുറച്ചാളുകൾ മാത്രമേ ഇവിടെ എത്തേണ്ട കുറച്ചാളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഭൂരിപക്ഷം സഖാക്കളും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ടുള്ള സഖാക്കളെല്ലാം ഈ സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് 10:30 മുതൽ 1 മണി വരെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള ശക്തമായ സമരമായി മാറണം എന്നാണ്. അതുകൊണ്ട് വന്നിട്ടുള്ള സഖാക്കളെല്ലാം പരമാവധി ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് അച്ചടക്കത്തോടുകൂടി ഈ സമരം വിജയിപ്പിക്കാൻ തയ്യാറാവണം. 1 മണി വരെ നമുക്ക് സമരം നടത്തേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം ഈ സമരത്തിന് ആസ്പദമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കും. അതുകൊണ്ട് വന്നിട്ടുള്ള ആളുകളെല്ലാം ഈ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി CPIയുടെ ആദരണീയനായ ജില്ലാ സെക്രട്ടറി VB ബിനുവിനെ ക്ഷണിക്കുന്നു. ചേട്ടാ ഈ ഡയസ് സ്വല്പം ഇങ്ങോട്ടും ചിരിച്ചു. പ്രിയപ്പെട്ട ഈ ഉപരോധ സമരത്തിന്റെ ഭാഗമായുള്ള സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സഖാവ് AV റസൽ, ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിയുടെ MLAയും കേരളത്തിന്റെ ചീഫ് വിപ്പുമായ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട M ജയരാജ്, വേദിയിലുള്ള മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരായ സഖാക്കളെ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ സമര സഖാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലും കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന വഞ്ചനാപരമായ നിലപാടിനെതിരെ അതിശക്തമായ ഒരു പ്രക്ഷോഭ സമരത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ്.
കേരളത്തോട് ഒരു അവഗണന മാത്രമല്ല, കേരള ജനതയോടൊരു വഞ്ചന തന്നെയാണ് കേന്ദ്ര സർക്കാരും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ 5 മാസക്കാലമായി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതിയാണ് രാജ്യത്തെയും ലോകത്തെയും നടുക്കിക്കൊണ്ട് ഈ നാട് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം വയനാടിലെ ജനങ്ങൾ, സാധാരണക്കാർ, കേരളത്തിലെ ജനങ്ങൾ ഏറ്റുവാങ്ങിയത് എന്ന് നമ്മൾക്കറിയാം. ആ ദുരന്തമുണ്ടായ സമയം മുതൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ജനങ്ങളാകെ അവിടേക്ക് ഓടിയെത്തുകയും എല്ലാ സഹായത്തിനും വേണ്ടി രാവും പകലും ഒരുപോലെ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ കാണുകയുണ്ടായി. ദുരന്തമുണ്ടായി 10-ാം ദിവസം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘം വന്നു. ദുരന്തങ്ങളെല്ലാം മനസ്സിലാക്കി. ആ സംഘം പറഞ്ഞു, ഞങ്ങൾ അടിയന്തര സഹായം എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു. 11-ാം ദിവസം പ്രധാനമന്ത്രി തന്നെ വരുന്നു. അവിടെ നടന്ന സംഭവങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട് ലോകം മുഴുവൻ കാൽക്കെ കൊച്ചുകുട്ടികളെ എടുത്ത് താലോലിച്ച് എല്ലാ ദുരിതത്തിനും ഇതാ ഞങ്ങൾ പരിഹാരം കാണാൻ പോകുന്നു എന്ന് നമ്മളോട് പറഞ്ഞ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടതാണ്. നിധിയിലേക്ക് നമ്മൾ തന്നെ ധാരാളം കാശ് കൊടുത്തില്ലേ? മുഖ്യമന്ത്രിയും കേരളത്തിലെ ക്യാബിനറ്റിന്റെ പ്രത്യേകമായ ഒരു സംഘവും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ദുരന്തത്തിന് പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടൽ, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ പുനരധിവാസത്തെ കുറിച്ച് ആലോചിക്കുക, അവിടെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാവുന്നവർ രക്ഷപ്പെടുത്തുക. നമ്മൾ കണ്ടതാണ് കൈയും കാലും നഷ്ടപ്പെട്ടവർ, മരണം എത്രയെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ 100-400 പേര് മരിച്ച കേരളത്തെ നടുക്കിയ, ഇന്ത്യയെ നടുക്കിയ ഇതുപോലൊരു ദുരന്തം ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അവര് പറഞ്ഞു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല. എന്നാൽ അതിനുശേഷം നമ്മൾ പറഞ്ഞു ദേശീയ ദുരന്തം അല്ലെങ്കിൽ അതീവ ഗുരുതരമായ ഒരു ദുരന്തം ഈ ഇന്ത്യയിൽ സംഭവിച്ചു എന്നുള്ള ആ ഘട്ടത്തിൽ, ആ സ്റ്റേജിലേക്കും ഇത് കാണണ്ടേ? അവരുടെ 1-ാം ഘട്ടം പറഞ്ഞാൽ അതാത് ജില്ലകളിൽ തന്നെ, 2-ാം ഘട്ട ദുരന്തത്തിൽപ്പെട്ടാൽ അത് സംസ്ഥാന സർക്കാർ, 3-ാമത്തെ ഘട്ടം അതീവ ഗുരുതരമായ ദുരന്തമാണെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് സഹായിക്കാം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് സഹായിക്കണമെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സംഘടനകൾ, ജനങ്ങൾ സഹായിക്കാൻ വന്നപ്പോ പറഞ്ഞു കേരളത്തിൽ അങ്ങനെ സഹായിക്കാൻ നിങ്ങൾക്ക് അർഹതയില്ല, ഇത് ഫെഡറൽ സംവിധാനമാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും അറിയാതെ ആരും സഹായമേ പ്രഖ്യാപിക്കാൻ പാടില്ല. നമ്മുടെ ദുരന്തം ഇവിടെ വയനാട്ടിൽ ഉണ്ടായതിനു ശേഷം ബീഹാറിൽ ദുരന്തം ഉണ്ടായി, ഒരു പ്രശ്നവുമില്ല, അപ്പോഴേ കാശ് കൊടുത്തല്ലോ. ആന്ധ്രയിൽ ദുരന്തം ഉണ്ടാകുമെന്ന് കണ്ടറിഞ്ഞ് ഒരു അപേക്ഷയുമില്ലാതെ കൊടുത്തു കാശ്, അതും നമ്മൾ കണ്ടു. അപ്പൊ അപേക്ഷയുടെ കുറവല്ല, അവർക്ക് ബോധ്യപ്പെടാത്തതിന്റെ കുറവല്ല, പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, കേന്ദ്ര സംഘത്തിന് ബോധ്യപ്പെടാഞ്ഞിട്ടല്ല, കേരള ജനതയോടുള്ള നിരന്തരമായ അവഗണനയുടെ ഭാഗം അത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നു. ആ ദുരന്തത്തിന് കേരള ജനത നേടിയ ഈ ഏറ്റവും വലിയ ദുരന്തത്തിൽ അവരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന ജനവിരുദ്ധമായ, ഈ സംസ്ഥാന ജനങ്ങളോട് എടുക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയ്ക്കെതിരെ ഇന്നലെ നമ്മൾ പാർലമെന്റിൽ നിരന്തരമായ ഇടപെടൽ നമ്മുടെ പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ല എല്ലാവരും ചെയ്തു, നിവേദനങ്ങൾ കൊടുത്തു. പക്ഷെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. നിരന്തരമായ നിവേദനങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാകാതെ അവർ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അവിടെയാണ് ഇതുപോലൊരു വലിയ സമരം കേരളത്തിലെ ജനങ്ങളെയാകെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകൾ ഉപരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഈ ഉപരോധ സമരം ജനങ്ങളുടെ സമരമാണ്, നാടിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന സമരമാണ്. ഈ നാടിലെ സാധാരണക്കാരൻ ഈ ഫെഡറൽ സംവിധാനം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ തെറ്റായ നയ സമീപനങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ഇവിടെ BJPയും സംഘപരിവാറും പ്രചരിപ്പിക്കുന്ന
വസ്തുതയാണോ യഥാർത്ഥമായി ഈ വയനാട്ടിൽ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ ജനങ്ങളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു പ്രക്ഷോഭണം, ആ പ്രക്ഷോഭണത്തിന്റെ ഭാഗമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവൻ ഉപരോധിക്കുന്നു. ഈ ബാക്കി 13 ജില്ലകളും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നമ്മൾ ഇതുപോലെ മാർച്ച് നടത്താൻ തീരുമാനിച്ച് ഉപരോധ സമരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്ന ചടങ്ങ് മാത്രം ഞാൻ നിർവഹിക്കുന്നുള്ളൂ. ജയരാജ് അടക്കമുള്ള മറ്റ് LDF നേതാക്കന്മാരെല്ലാവരും ഈ സമ്മേളനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്നുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ സമരത്തിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് CPIM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട സഖാവ് AV റസലാണ്. സഖാവ് AV റസലിനെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ N ജയരാജ് MLA ആണ്. നമ്മുടെ ചീഫ് വിപ്പ് സഖാവ് പ്രിയപ്പെട്ട ശ്രീ N ജയരാജിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. CPI-യുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സഖാവ് PK കൃഷ്ണനും സഖാവ് സന്തോഷ് കുമാറും അടക്കമുള്ള നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. NCP-യുടെ ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാട്ടൂർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സഖാവ് അനിൽകുമാർ, റജി സക്കറി അടക്കമുള്ള നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. JDS-ന്റെ നേതാവ് MT കുര്യനെ സ്വാഗതം ചെയ്യുന്നു. മാത്യൂസ് ജോർജിനെ സ്വാഗതം ചെയ്യുന്നു. പ്രശാന്ത് നന്ദകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. RJD-യുടെ ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസിനെ സ്വാഗതം ചെയ്യുന്നു. INL-ന്റെ ജിയാഷ് കരീമിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് തോമസിനെ സ്വാഗതം ചെയ്യുന്നു. രാജീവ് നെല്ലിക്കുന്നലിനെ സ്വാഗതം ചെയ്യുന്നു. NCP-യുടെ സംസ്ഥാന സെക്രട്ടറി ലതിക സുഭാഷിനെ സ്വാഗതം ചെയ്യുന്നു. ധാരാളം നേതാക്കന്മാർ, നമ്മുടെ MLA വൈക്കത്തെ MLA ശ്രീ CK ആശുപത്രിയുണ്ട്. വിവിധ നേതാക്കന്മാർ, വിവിധ സംഘടനയുടെ നേതാക്കന്മാർ, ചങ്ങനാശ്ശേരി MLA ഇപ്പൊ എത്തിച്ചേരും. ധാരാളം നേതാക്കന്മാരുടെ പേര് പറയാൻ ഒരുപാട് നേതാക്കന്മാരുടെ ലിസ്റ്റ് തന്നെയുണ്ട്. എല്ലാവരെയും മോഹൻ ചെന്നങ്ങളും അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ഉണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ കൂടിയെത്തിയ മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും മറ്റ് ബഹുജനങ്ങളെയും ഈ സമ്മേളനത്തിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയരാജ് ഉദ്ഘാടനത്തിന് വേണ്ടി ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ N ജയരാജ് MLA ആണ്. ജയരാജ് സാറിനെ നമ്മളെല്ലാം വളരെ സുപരിചിതനാണ്, വിശദീകരിക്കേണ്ട കാര്യമില്ല. ആവേശോജ്വലമായ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ സന്തോഷത്തോടെ ജയരാജ് സാറിനെ എല്ലാവരുടെയും പേര് പറയുന്നത്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറെ ബഹുമാന്യനായ സഖാവ് AV റസൽ അവറുകൾ, നമ്മുടെ LDF-ന്റെ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യൂസ് അവറുകൾ, അല്ലെങ്കിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട CPI-യുടെ സെക്രട്ടറി ശ്രീ ബിനു ഉൾപ്പെടെയുള്ള സമാരാധ്യരായ നേതാക്കന്മാർ, നമ്മുടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതാക്കന്മാര്, മറ്റു സുഹൃത്തുക്കൾ, നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സമരം കഴിഞ്ഞ ജൂലൈ 30-ാം തീയതി ഉണ്ടായ അതിദാരുണമായ, ഒരുപക്ഷെ മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളെയും വല്ലാത്ത ആഴക്കടലിലെത്തിച്ച, ദുഃഖത്തിന്റെ ആഴക്കടലിലെത്തിച്ച വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ ജൂലൈക്ക് ശേഷം ഇത്രയും ദിവസങ്ങളായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് വയനാട്ടോടും കാണിക്കുന്ന അതിക്രൂരമായ നിലപാടുകൾക്കെതിരെ, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള
മുറവിളികൾ എങ്ങും എത്താതെ പോകുന്ന സാഹചര്യത്തിൽ അതിനെതിരെയുള്ള മനസാക്ഷി വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്ഭവന്റെ മുൻപിലും നമ്മുടെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സമര പ്രതിഷേധത്തിൻ്റെതായ ഒരു വേദി ഉണ്ടായത്. ഇത് ഒരു ഇടതുപക്ഷ മുന്നണിയുടെ മാത്രം പ്രശ്നമല്ല. മനസാക്ഷിയുള്ള ഓരോ മലയാളികളുടെയും ദുരന്തമുഖങ്ങളെ പലപ്പോഴും അതിജീവിക്കേണ്ടി വന്നപ്പോഴും അതിനൊരു കരുത്തിന്റെ പ്രതീകമായി നിന്ന മഹത്തരമായ ഒരു ജനതയുടെ വേദനയുടെയും പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയൊക്കെ അവസ്ഥകളിൽ കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയും കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരെ ഉയർത്തുന്ന അതിരോഷത്തിന്റെ ഒരു വേദി കൂടിയാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റ് ഉൾപ്പെടെ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്ന ശേഷം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന കേവലമായി രാഷ്ട്രീയ മുദ്രാവാക്യത്തിനപ്പുറത്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്രമാത്രം മനസാക്ഷിയില്ലാത്തതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വ്യത്യാസമില്ല. പ്രധാന കാരണം ഇതിലെ ഒരു സാമ്പത്തിക പ്രശ്നമല്ല സത്യം. ഇത് പൂർണ്ണമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ദീർഘകാലമായി രണ്ടാം തവണയും കേരളത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഏതർത്ഥത്തിലും ഞെരുക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന നിയോ ലിബറൽ നയങ്ങൾ, ആ നയങ്ങൾക്കെതിരെ കേരളം ഉയർത്തുന്ന ബദൽ പ്രവർത്തനങ്ങൾ, ആ ബദൽ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ച സൂചികയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും നമ്മൾ കുറെ കാലങ്ങളായി നമ്മൾ നേരിടുന്ന വലിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ കടന്നു വന്നുകൊണ്ട് വിഭവത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം സമ്പന്നമല്ലാത്തൊരു സമൂഹം, ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു സംസ്ഥാനം കാഴ്ചപ്പാടുകൾ കൊണ്ട് നേടിയെടുത്തതാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ഇത്രയും വലിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മൂലധനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന്റെ മൂലധന നിക്ഷേപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കേരളത്തിന്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ 14ാം ധനകാര്യ കമ്മീഷൻ വരിക. 14ാം കമ്മീഷന്റെ സിറ്റിംഗ് വരുന്ന 10ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആവശ്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഈ കാര്യത്തില് കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടെ ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് യാതൊരു റോളുമില്ല. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭരണഘടന സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിലുള്ള അധികാരങ്ങളും സാമ്പത്തിക അധികാരങ്ങൾ ഉൾപ്പെടെ മറ്റെല്ലാ അധികാരങ്ങളെ കുറിച്ച് കൃത്യമായ നിർവചനമാണ്. പക്ഷെ കുറെ കാലമായി കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ ആരോഗ്യ രംഗത്താകട്ടെ, തൊഴിൽ മേഖലയിലാകട്ടെ, വിദ്യാഭ്യാസ രംഗത്താണ്, സഹകരണ മേഖലയിലാകട്ടെ, സാമ്പത്തിക മേഖലയിലാകട്ടെ, കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾ അത് സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവേചനപരമായ നിലപാടാണ് ഈ കാര്യത്തിൽ എടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ 16ാം ധനകാര്യ കമ്മീഷൻ കടന്നു വരുമ്പോഴും അവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം സാമ്പത്തികമായും സാമൂഹ്യപരമായും ഒക്കെ തന്നെ നമ്മുടെ വികസനത്തിന്റെ സൂചികകൾ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഏറെ മുമ്പോട്ടാണ്. വളരെ നന്നായി പഠിക്കുകയും നന്നായി മര്യാദയ്ക്ക് നടക്കുകയും ചെയ്യുന്നത് ഒരു കുറ്റമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. കേരളത്തിലെ ഭരണാധികാരികൾ രാജ്യത്തിനോടും സംസ്ഥാനത്തിനോടും കാണിച്ച
കാലാകാലങ്ങളിൽ വന്നവർ കാണിച്ചിട്ടുള്ള വലിയൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഈ നേട്ടം ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഉണ്ടായ നേട്ടം നമ്മുടെ സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, സൗകര്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പര്യാപ്തമാണ് എന്നുള്ള വിചിത്രമായൊരു വാദമാണ് ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് സംസാരിച്ചത്. നേരത്തെ കിട്ടിയതിനേക്കാൾ കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നമ്മുടെ സംസ്ഥാന വിഹിതം 1.9% മാത്രമേ ഉണ്ടായിരുന്നു. അതേസമയത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുക. ഈ ഒരു നിലപാടാണ് ഭാഗത്തിലെടുക്കുന്നത്. നമുക്കറിയാം, ടോള് പിരിവ് 2024-25 ടോള് പിരിവ് 4 ലക്ഷം കോടി രൂപയോളമാണ് കേന്ദ്ര ഗവൺമെന്റ് ഖജനാവിലേക്ക് വരുന്നത്. ഈ ടോള് പിരിക്കാനുള്ള പൈസ ഇവിടെ നമുക്കറിയാം ദേശീയപാത 66 ഉൾപ്പെടെ വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം എടുത്ത നിലപാട് സ്ഥലം നമ്മൾ ഏറ്റെടുത്തു കൊടുക്കണം. 5400 കോടി രൂപ സംസ്ഥാനം ചെലവഴിച്ചുകൊണ്ടാണ് ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ടാണ് ഏറ്റെടുത്തു കൊടുത്തത്. പക്ഷെ ടോള് പിരിക്കാൻ നേരത്തെ ഈ പണം മുഴുവൻ കേന്ദ്രത്തിന്റെ ഫണ്ടിലേക്ക് തന്നെ പോവുക. മാത്രമല്ല ഏറ്റവും വിചിത്രമായ മറ്റൊരു കാര്യം, നമുക്കറിയാം GST നിലവിൽ വന്നു. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന അധികാരങ്ങൾ, പ്രത്യേകിച്ച് നികുതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്തിന് നികുതി പിരിക്കാനും നികുതി ഏർപ്പെടുത്താനുള്ള അധികാരമുണ്ടായി. GST നിലവിൽ വന്നതോടെ അത് പൂർണ്ണമായി തന്നെ കേന്ദ്രത്തിന്റെ സംവിധാനത്തിലേക്ക് മാറി. ഏതാനും ചെറിയ മേഖല മാത്രം നമുക്ക് സംസ്ഥാനങ്ങൾക്ക് അധികാരമായി മാറി. ഈ GSTയുടെ ഫണ്ട് കേന്ദ്രത്തിന് ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ വിഹിതം നൽകുക എന്നുള്ള സാധാരണ മര്യാദയാണ്. അത് GST നിയമത്തിലുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനുള്ള നഷ്ടപരിഹാരത്തുക നൽകുക എന്നുള്ളതും GST നിയമത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, അത് പൂർണ്ണമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കി. ഇപ്പൊ നഷ്ടപരിഹാര തുകയില്ല. മാത്രമല്ല, ഡിവിസിബിൾ പൂള് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പണത്തിന്റെ ഒരു ഭാഗം സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുന്ന കാര്യത്തിൽ ഡിവിസിബിൾ പൂളിനകത്ത് കേന്ദ്ര ഗവൺമെന്റിനെ ഭരിക്കുന്ന ഈ പോലുള്ള സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മേഖല ടോൾ പിരിവ് ഉൾപ്പെടെയുള്ള സെസ്സുകൾ, മറ്റിതര സർചാർജുകൾ, ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടിലേക്കാണ് വരുന്നത്. ഡിവിസിബിൾ പൂളിൽ മാത്രമുള്ള പണം സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കുക നിലപാടെടുക്കുകയും സെസ്സും സർചാർജും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ, അതിന്റെ കണക്ക് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് ഈ ടോളിന്റെ കാര്യത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് വലിയൊരു തുകയാണ് സത്യത്തിലുണ്ടായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്. ആ തുക യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുമായി വീതം വെക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന മറ്റൊരു നിലപാട് വളരെ വിചിത്രമായ നിലപാടാണ്. അപ്പൊ അങ്ങനെ സർചാർജും സെസ്സും മാത്രം അതിന്റെ തുക വർദ്ധിപ്പിക്കുക. ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്, ആകെയുള്ള മൊത്തം ചെലവിന്റെ, രാജ്യത്തെ മൊത്തം ചെലവിന്റെ 67% സംസ്ഥാനങ്ങൾ ചെലവഴിക്കേണ്ടി വരുമ്പോൾ സംസ്ഥാനത്തിന് തിരികെ മടക്കി കൊടുക്കുന്നത് കേവലം 34% മാത്രമാണ്. മറ്റു ഫണ്ട് സംസ്ഥാനം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനിടയിലാണ് നമുക്കറിയാം FRBM ആക്ട്, സാമ്പത്തിക നയം, ധനക്കമ്മി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് FRBM ആക്ടിന്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് 3% കൂടുതൽ വാങ്ങാൻ പറ്റുകയായിരുന്നു. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുന്ന ആളുകൾക്കറിയാം. നമ്മളുണ്ടാക്കിയ കിഫി എന്ന് പറയുന്ന ആശയത്തിലൂടെ കേരളത്തിലെ വലിയ നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ ഹോസ്പിറ്റലുകൾ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റോഡുകൾ, അടിസ്ഥാന മേഖലയിൽ കേരളം 70,000 കോടി രൂപയുടെ മേഖലകളാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് കണ്ടെത്തിക്കൊണ്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയും പൂർത്തീകരിക്കുക അതിന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. അവിടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് സംസ്ഥാനം കടമെടുക്കുന്ന കിഫിയിലെ പണം ഉൾപ്പെടെ പെൻഷൻ ബോർഡിലേക്കുള്ള ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ കടത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തിക്കൊണ്ട് സംസ്ഥാന കടത്തിന്റെ കണക്ക് കൂടുതൽ കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള പണവും സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, 2-3 കാര്യങ്ങൾ അതിനകത്തുള്ളൂ. ഒന്ന്, സംസ്ഥാനങ്ങൾ കടമെടുക്കാനുള്ള അധികാരങ്ങൾ വളരെ തന്ത്രപരമായി ഇല്ലാതാക്കുക, FRBM ആക്ട് ഉൾപ്പെടെയുള്ള ആക്ടിലൂടെ. മറ്റു മേഖലകളിൽ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അധികാരങ്ങളും സാധ്യതകളും ഇല്ലാതാക്കുക. സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള ഡിവിസിബിൾ പൂളിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ ദുരന്ത മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള പണം കൃത്യമായി കൊടുക്കാതിരിക്കുക. ഇന്ന് പത്രത്തിൽ ഒരു വാർത്തയുണ്ട്, വയനാടിന് അനുവദിച്ച അത്ര 143 കോടി രൂപ. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യമൊന്നുമല്ല. നമുക്കറിയാം, NDRF നടത്തിയിരുന്ന ദേശീയ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പണത്തിന്റെ നിശ്ചിതമായ ശതമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കും വീതം വെക്കുക എന്നുള്ളത് കേന്ദ്ര നിയമത്തിന്റെ ഭാഗമാണ്.
അതിന്റെ ഭാഗമായി 240 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുന്നത് ഒന്നാം ഗഡുവായി ലഭിച്ച 123 കോടി രൂപ തന്നിട്ട് ഇത് വയനാട് ദുരന്തത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസമുള്ളവരും ജോണുള്ളവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇത് പറഞ്ഞത് മുഴുവൻ തെറ്റായിരിക്കാനാണ്. പാർലമെന്റിൽ പറഞ്ഞത് പോലും ശരിയായ കാര്യമല്ല സത്യത്തിൽ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി തന്നെ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട പണം അത് കൃത്യമായി തന്ന ഒന്നാം ഗഡു തരി, രണ്ടാം ഗഡു തന്നിട്ടില്ല. ആ 240 തന്നെ രണ്ടാം ഗഡു തന്നിട്ടുമില്ല. ഇത്രയും ദുരന്തം ഉണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം 300 ആളുകളോളം മരണപ്പെട്ട് ഇപ്പോഴും ഒരുപാട് ആളുകളെ കണ്ടെത്താനുള്ള, അതോടൊപ്പം തന്നെ വീടുകളും സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. നമ്മളെല്ലാം അവിടെ പോയതാണ്, ആ ദുരന്ത ഭൂമിയിൽ പോയതാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് നല്ലൊരു അഭിനയം നടത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വാർത്തയിൽ ഉണ്ടാക്കി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്രയും കാലമായിട്ട് സംസ്ഥാനത്തിന്റെ വിഹിതത്തിന്റെ കാര്യം ഇപ്പോഴും അന്വേഷണം നടക്കണം. കേന്ദ്ര സംഘം ഇവിടെ വന്ന് കണ്ടതാണ്. ഇവിടെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമാണ്. അവർ റിപ്പോർട്ട് ചെയ്തത് അതിതീവ്രമായ ദുരന്ത മേഖലയാണ് സത്യത്തോടെ സംഭവിച്ചത്. സ്വാഭാവികമായി തന്നെ കേന്ദ്രം ഇതിനെ അതിതീവ്രമായ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് മാത്രമല്ല കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടും മറ്റു രാജ്യങ്ങളിലുള്ള ഫണ്ട് പോലും നമുക്ക് ലഭ്യമാക്കാനുള്ള സാധ്യത ഉണ്ടാക്കി ആ മരിച്ചുപോയ ആളുകള് അവരുടെ മറ്റു കുടുംബാംഗങ്ങളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള വയനാടിന്റെ പുനരധിവാസ കാര്യത്തിൽ നിലപാടെടുക്കുവാൻ ഇന്നയും നമുക്കറിയാം നമ്മുടെ എംപിമാരുൾപ്പെടെ ഈ പ്രധാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാരെ കണ്ടപ്പോഴും ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാനത്ത് കൊടുക്കാനുള്ള ആയുധ വീതം നൽകി എന്നുള്ളത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സത്യത്തിൽ അത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ പണം നമുക്ക് തരാൻ ബാധ്യതയുള്ളതാണ്. ആ ബാധ്യതയുടെ ഒരു ഭാഗം തന്നിട്ട് അത് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിന് സാമ്പത്തികമായ ഒരു വശമല്ല ഉള്ളത്. ഇത് ഏത് സംസ്ഥാനമുണ്ട്? ഇവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ടവർ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഏറ്റവും വലിയ വിവേചനം സംസ്ഥാനത്തോട് കാണിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് നേരത്തെ ഇവിടെ ബീഹാറിന് കൊടുത്ത 14,400 കോടി രൂപയാണ്. ദുരന്തം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പണം കൊടുത്തു. ത്രിപുരയ്ക്ക് കൊടുത്തു 40 കോടി രൂപ. അതോടൊപ്പം തന്നെയാണ് ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് 440 കോടി രൂപ കൊടുത്തു. ഇവരാരും ഒരു കടലാസ് പോലും എഴുതി കൊടുത്തിട്ടല്ല. ആ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ സമീപനം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രമന്ത്രിമാരെ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു. കേരള നിയമസഭ ഒന്നടങ്കം ഈ കാര്യത്തിൽ പ്രമേയം പാസാക്കി. അതിനുശേഷം ബന്ധപ്പെട്ട മന്ത്രിമാരെ പാർലമെന്റ് അംഗങ്ങൾ കണ്ടു. ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യമാണ് നടക്കുന്നത് എങ്കിൽ സ്വാഭാവികമായി ജനപ്രതിനിധികളും ഭരണാധികാരികളും ഒക്കെ തന്നെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിക്കുകയും കേന്ദ്രം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ സഹായിക്കാമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്ന് കാണുകയും കാര്യങ്ങൾ ദുരന്തമുഖം കൃത്യമായി കാണുകയും ചെയ്ത് മനസ്സിലാക്കി. അതിനുശേഷവും 2,241 കോടി രൂപയോളം സംസ്ഥാനത്തിനുണ്ടായ ഈ വലിയ ദുരന്തത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കാനുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്നുള്ള നമ്മുടെ അവകാശങ്ങളും ആവശ്യങ്ങളും തീർത്തും നിരാകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ. ഇതിനെതിരെയാണ് സത്യത്തിൽ ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു രാഷ്ട്രീയ സമരമല്ല. അതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിന്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അവകാശമുള്ള ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായ ഒരു സംസ്ഥാനത്തിന് ഇത്തരം ദുരന്തങ്ങളിൽ സഹായിക്കാനുള്ള കൃത്യമായ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, രാജ്യത്ത് ആവശ്യമായിട്ടുള്ള അർഹമായ വിഹിതം നൽകുക എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ, ആ നിലപാടുകൾ തീർച്ചയായിട്ടും ഒരിക്കലും ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ലാത്ത നിലപാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹവർത്തിത്വത്തെയും സമന്വയത്തിന്റെയും പാതയിലൂടെയാണ് ജനാധിപത്യം ഏറ്റവും നന്നായി അതിന്റെ പുഷ്കരമായ ഒരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ സഹവർത്തിത്വത്തിനപ്പുറത്തേക്ക്, സമന്വയത്തിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെ കൃത്യമായി തന്നെ ഒരു ഏകീകൃത ഭരണ സംവിധാനത്തേക്ക് കൊണ്ടുവരികയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു പല മേഖലകളും ഞാൻ അതിൽ കിടക്കുന്നില്ല, വളരെ കൃത്യമായ ഒരു അജണ്ട നടപ്പാക്കിയാണ്. അവിടെ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഒരു ഏകീകൃത ശിലാരൂപത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും പൂർണ്ണമായി നിഷേധിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ആ രീതിയിലുള്ള സമീപനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുമ്പോൾ ഇതൊരു വയനാട് ദുരന്തത്തിന്റെ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിനോട്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യാതൊരു വിധത്തിലും കടന്നു വരാൻ കഴിയാത്ത മേഖലകളിലെ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഈ വിവേചനത്തിനെതിരെയുള്ള ഒരു ജനതയുടെ വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. ഭരണ സാമ്പത്തിക നിർവഹണ കാര്യങ്ങളിൽ സമന്വയത്തിന്റെ പാത മുൻപോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ
അതിനെതിരെയുള്ള ഈ നിലപാടുകൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വളരെ ഗൗരവമായ ഒരു വിഷയം, ഇത് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ നമ്മുടെ ഈ സമരം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളുടെയും, ഇടതുപക്ഷ മുന്നണിയുടെ മാത്രമല്ല, ഇടതുപക്ഷ പ്രവർത്തകരുടെ മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ നിലപാടെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സമര പരിപാടികളിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം നേടിയെടുക്കാനുള്ള സമരമാന്താവിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ സമരത്തിൽ പിന്തുണയായി കടന്നു വന്ന മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യമുള്ള മുഴുവൻ നേതാക്കന്മാരുടെ ഉണ്ട്. കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഔസേബിജൻ നെഗടിയിലുണ്ട്, ANLന്റെ ദിയാഷ് കരീമുണ്ട്, സിദ്ദീഖുണ്ട്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാലായ ഉണ്ട്, സക്രിയാസ് മുതുവേലിയുണ്ട്, നമ്മുടെ ഏറ്റവും വൈകലായ MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അഡ്വക്കേറ്റ് K. അനിൽകുമാറിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സെൽഫി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പടം വന്നിട്ടില്ല. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെല്ലാം വയനാട് ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കുന്ന, അവരവരുടെ പടവും കൂട്ടായി നിൽക്കുന്ന ചിത്രവും ഈ സമരത്തിന്റെ ഭാഗമായി എടുത്ത് അത് നവമാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു സമരം കൂടി നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് 5:30 മണിയോടുകൂടി വാർത്ത കേട്ടപ്പോൾ ഇന്നത്തെ സമരം നടത്തേണ്ട കാര്യമുണ്ടോ എന്ന സംശയം എന്റെ മനസ്സിലുണ്ടായി. അതിന് കാരണം ഏഷ്യാനെറ്റിൽ വാർത്തയായി. വാർത്ത ഇങ്ങനെയാണ്: പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ. കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമിത്ഷയെ കണ്ടു. വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 2219 കോടി രൂപയുടെ സഹായം അനുവദിപ്പിച്ചു. അപ്പോ പിണറായി വിജയന് സാധിക്കാത്തത്, കേരളത്തിലെ ജനങ്ങളാകെ രൂപപ്പെട്ടെത്തിയ സമരത്തിന്റെ ഭാഗമായി സാധിക്കാത്തത്, പ്രിയങ്ക ഗാന്ധി ഒറ്റയ്ക്ക് പോയി ഡൽഹിയിൽ സാധിച്ചെടുത്തു എന്ന വാർത്ത. ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കുകയുണ്ടായി. മറ്റു മാധ്യമങ്ങളിൽ അങ്ങനെ വാർത്ത കണ്ടില്ല. കോൺഗ്രസ് നേതാക്കന്മാർ അപ്പോൾ തന്നെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം ചേർത്ത് ഇതേപോലുള്ള ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 2219 കോടി രൂപ സഹായം അനുവദിച്ചെങ്കിൽ എന്തിനാണ് LDF-ന് ഇന്നത്തെ സമരം? അപ്പൊ നമ്മുടെ കേരളത്തിനകത്ത് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾക്ക് പണം തരാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുകയും കേരളത്തിലെ ജനങ്ങളുടെ യോജിച്ച സമരത്തിന് പാരവെക്കുകയും ആ സമരത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇപ്രകാരമുള്ള വ്യാജ പ്രചരണം വരുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. വയനാടുമായി ബന്ധപ്പെട്ട് തിരുവോണ ദിവസത്തിന്റെ പിറ്റേ ദിവസം നമ്മൾ സമൃദ്ധമായി ഓണം ആഘോഷിച്ച് പിറ്റേന്ന് രാവിലെ 8:45 ആയപ്പോൾ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് വാർത്ത. എന്താണ് വാർത്ത? വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കിയ അല്ലെങ്കിൽ അവിടെ നിർവഹിച്ച ചിലവിന്റെ കണക്ക് വിവരം പുറത്തുവിട്ടു. ഇതായിരുന്നു വാർത്ത. അപ്പൊ ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപ. ഇതായിരുന്നു വാർത്ത. അപ്പൊ തന്നെ നവമാധ്യമങ്ങളില് കോൺഗ്രസുകാർ ഇറങ്ങി, BJP-ക്കാർ ഇറങ്ങി. എന്തിനാണ് ഇനി കേന്ദ്ര സഹായം തരുന്നത്? ഒരു മൃതദേഹം അടക്കം ചെയ്യാൻ 75,000 രൂപ പിണറായി വിജയന്റെ ഗവൺമെന്റ് വിഴുങ്ങിയെടുത്താൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നത്? അവസാനം നമ്മുടെ നാട്ടിലെ ആളുകളുടെ മനസ്സിൽ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു.
ഒരു വെള്ളി രൂപയുടെ കണക്ക് പോലും അന്നേ നിമിഷം വരെ ആരും ചോദിച്ചിട്ടുമില്ല. ആദ്യമായി അതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് കേരള നിയമസഭയിൽ പറയുന്നത് നിയമസഭാ സമ്മേളനം അവസാനിച്ച ദിവസമാണ്. അതും ഒക്ടോബർ മാസം 15-ാം തീയതിയാണ്. ജയരാജ് സാർ ഇവിടെ ഉണ്ട്. ഒക്ടോബർ 15-ന് KR രാജൻ മന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു, അന്നേ വരെ ഏതാണ്ട് 11 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അത് ഇന്നതിന്റെ കണക്കാണ്. ഇന്നലെ ഗവൺമെന്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഏതാണ്ട് 19 കോടി രൂപ ഇത്രയും ദിവസങ്ങളായി ചെലവഴിച്ചു. അപ്പൊ കേരള സർക്കാരിന്റെ പണമില്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു 550 കോടി രൂപ നാട്ടുകാർ കൊടുത്തവിടെ കിടപ്പില്ലേ? കോൺഗ്രസുകാർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ ഘടകകക്ഷികൾ അവരുടേതായ നിലയിൽ എല്ലാവരും പണം കൊടുത്തു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും തല ഉയർത്തി പിടിച്ചു നിൽക്കാം. നമ്മളൊക്കെ പണം കൊടുത്തിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മളൊക്കെ പണം കൊടുത്തിട്ടാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു വെള്ളി രൂപ കോൺഗ്രസുകാർ കൊടുത്തിട്ടില്ല, BJP-കാർ കൊടുത്തിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമിയോ SDPI-യോ മുസ്ലിം ലീഗോ കൊടുക്കുന്നില്ല. ചില ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീട് വെച്ച് തരാം. എവിടെ വീട് വെക്കും? എവിടെ വീട് വെക്കും? വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമരം. വയനാട് ദുരിതാശ്വാസം വൈകുന്നു, വയനാട് പുനരധിവാസം വൈകുന്നു. സമരം നടത്തുന്നത് മോദിയുടെ വീട്ടുപടിക്കലല്ലേ? സമരം നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ? എന്താ നിങ്ങളുടെ സമരത്തിന് കാരണം? യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഈ വീട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കണമെങ്കിൽ ആ വീട് വെച്ചു കൊടുക്കാനുള്ള സ്ഥലം ഏറ്റെടുക്കാൻ ദുരന്ത നിവാരണ നിയമപ്രകാരം കേരളത്തിന്റെ മന്ത്രിസഭ തീരുമാനമെടുത്തു. ഹൈക്കോടതി കേസാണ്. ഡിസംബർ 10-നകം കേസ് തീർപ്പാക്കുമെന്ന് ഹൈക്കോടതി ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. 2 ഹിയറിംഗ് കഴിഞ്ഞു. ഒരു നിയമപരമായ നടപടിക്രമത്തിലൂടെ അല്ലാതെ 100-100 വീട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ? അപ്പോ ഇതൊന്നും മനസ്സിലാക്കാതെയാണോ യൂത്ത് കോൺഗ്രസുകാരുടെ വയനാട് കളക്ടറേറ്റിലേക്കുള്ള അക്രമ സമരം? ഒരു പൊതുധാരണ ഉണ്ടാക്കണം. എന്താണ് ധാരണ? കർണാടകത്തില് സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ് നമ്മുടെ അർജുൻ മണ്ണിനടിയിൽ പോയപ്പോ ലോറിയും അർജുനെ അന്വേഷിച്ച് എങ്ങോട്ട് പോയി? അവര് പോയില്ല. എത്രയോ ദിവസക്കാലം കഴിഞ്ഞാണ് നമ്മുടെ സർക്കാർ ഉണർന്നത്. കേരളത്തിലെ LDF അങ്ങനെ ആയിരുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി KR രാജൻ പറഞ്ഞു, അവിടെയുള്ള മുഴുവൻ ആളുകളെയും തിരികെ വീട്ടിലെത്തിച്ച ശേഷമാണ് മന്ത്രിമാർ 4 പേർ ചുരമിറങ്ങിയത്. ഒരു ചെറിയ പരാതി പോലുമില്ലാതെ. ഇന്നലെ നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ വയനാട്ടിൽ പറഞ്ഞു, പൂത്ത ബ്രെഡ് കൊടുത്തു. പൂത്ത ബ്രെഡ് സർക്കാർ കൊടുത്തോ? മന്ത്രി KR രാജൻ പറഞ്ഞു, കേരള സർക്കാർ ഇതേവരെ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല. സർക്കാർ വിതരണം ചെയ്യാത്ത ബ്രെഡ് പൂത്തതാണ് എന്ന് പറയാനുള്ള കള്ളത്തരം ആലോചിച്ച് നോക്കൂ. ഇപ്പൊ മോദി കേന്ദ്ര സർക്കാർ നമ്മളോട് വളരെ വിവേചനപരമായി പെരുമാറുമ്പോൾ, ആ വിവേചനപരമായി പെരുമാറുമ്പോൾ മുറിവിൽ മുളക് തേക്കുന്ന പരിപാടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ്, കേരളത്തിലെ UDF. അതിനോടൊപ്പം നിൽക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. എന്താ കേരളത്തിന്റെ കേസ്? ഇന്നലെ വൈകുന്നേരം ഒരു പ്രഖ്യാപനം വന്നു. കേരളത്തിന്റെ അർഹതപ്പെട്ട കിട്ടിയ പണം, ആ പണം എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 1,650 കോടി രൂപ നമ്മുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ദുരിതാശ്വാസത്തിന് വേണ്ടി ദുരന്ത നിവാരണ ഫണ്ടിൽ കിടപ്പുണ്ട്. സത്യമാണ്. അത് വയനാട് ദുരന്തമുണ്ടായാലും വയനാട് ദുരന്തമുണ്ടായില്ലെങ്കിലും ഇനി എവിടെ ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ഓരോ കൊല്ലവും ധനകാര്യ കമ്മീഷൻ പറയുന്ന പ്രകാരം എല്ലാ സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടിലേക്ക് ദുരന്ത നിവാരണത്തിന് വേണ്ടി ഫണ്ട് വന്ന് കിടക്കും. അതും വയനാട് ഫണ്ടുമായി ഒരു ബന്ധവുമില്ല. ഈ വന്ന ഫണ്ടിൽ നിന്നും ഏതാണ്ട് 183 കോടി രൂപ ഇന്നലെ കേന്ദ്ര സർക്കാർ അങ്ങോട്ട് വാങ്ങിച്ചു. നമ്മുടെ ചാനലുകളൊക്കെ ദുരന്തമുണ്ടായി കഴിയുമ്പോൾ അവിടേക്ക് ആകാശത്തുനിന്ന് പറന്നു വരുന്ന സൈന്യം, പാലം ഉണ്ടാക്കുന്ന ബെയിലിപ്പാലം ഉണ്ടാക്കുന്ന സൈന്യം, അവരെയൊക്കെ നല്ല നിലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒട്ട് കുറയ്ക്കരുത്, സൈന്യത്തിന് കുറ്റമില്ല. ആ സൈന്യം വന്ന് ഹെലികോപ്റ്ററിൽ പ്രവർത്തിച്ച് ഇവിടെ വന്ന് പ്രവർത്തിച്ചിട്ട് പോകുമ്പോൾ പിന്നെ ഒരു ബില്ല് തരും. ആ ബില്ല് ഇപ്പൊ വന്നിട്ടുണ്ട്. 163 കോടി 153 കോടി രൂപയുടെ ബില്ല് വന്നിട്ടുണ്ട്. മുമ്പ് പ്രളയം വന്നപ്പോൾ മോദി വന്നിട്ട് പറഞ്ഞു, സൗജന്യ റേഷൻ പിടിച്ചോ.
ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോ 2.5 കൊല്ലക്കാലം കഴിഞ്ഞപ്പോ ഒരു ബില്ല് ഇങ്ങോട്ട് തന്നു. 204 കോടി രൂപ അങ്ങോട്ട് അടയ്ക്കൂ. എന്താ കേരളത്തിന്റെ കേസ്? കേന്ദ്രമുണ്ടാക്കിയ മാനദണ്ഡ പ്രകാരം ഒരു വീട് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തരുന്നത് 1,30,000 രൂപയാണ്. ഞങ്ങൾ കോൺഗ്രസുകാരോട് ചോദിക്കുന്നു, 1,30,000 രൂപയ്ക്ക് വയനാട്ടിൽ ഭൂമി ഏറ്റെടുത്ത് വീട് വെക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. വയനാട് ദുരിതാശ്വാസം മാതൃകാപരമായി നടത്തുമ്പോ ഉത്തർപ്രദേശിലെ ഒരു വീട് വെച്ചു കൊടുക്കാൻ 1,30,000 മതി. പക്ഷെ കേരളത്തിൽ 1,30,000 രൂപ മുടക്കിയാൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ CPM ജില്ലാ കമ്മിറ്റി നമ്മുടെ കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോ അവിടുത്തെ CPM-ന്റെ മെമ്പർമാർ കൂടി ചേർന്ന് 4,000-ഓളം പേർ ചേർന്ന് 53 ലക്ഷം രൂപ വില കൊടുത്ത് കൂട്ടിക്കൽ ഭൂമി വാങ്ങിയിട്ട് അവിടെ 25 വീട് വെച്ചു കൊടുത്തു. ഒരു വീടിന് 7 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷെ ജില്ലാ കമ്മിറ്റിക്ക് വീണ്ടും ബഹുജനങ്ങളെ സമീപിക്കേണ്ടി വന്നു. കാരണം എന്താണ്? ആ ലാൻഡ്സ്കേപ്പിൽ വീട് വെച്ച് വന്നപ്പോൾ ഒരു വീടിന് 12 ലക്ഷവും അതിന്റെ മേലെയും ചെലവായി. അങ്ങോട്ടേക്ക് റോഡ് പണിയണം, അവിടെ അംഗനവാടി ഉണ്ടാക്കണം, അവിടെ അവർക്ക് അത്യാവശ്യം ഒരു ചെറിയ ഹാൾ ഉണ്ടാക്കണം. ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. ഉരുളെടുത്തു പോയ മണ്ണിൽ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് കോട്ടയം ജില്ലയിൽ നമ്മളൊരു മാതൃക ഉണ്ടാക്കി. ഈ മാതൃകയിൽ നമ്മൾ ഉണ്ടാക്കിയ വീടുകൾ ഇവിടെ 25 ആണെങ്കിൽ വയനാട്ടിൽ 500-600 വീടുകൾ വേണം. ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സെറ്റിൽമെന്റിലേക്ക് വയനാട് പോകുമ്പോൾ നമ്മൾ മലയാളികൾ ജീവിക്കുന്ന ആധുനിക ജീവിത പരിസരങ്ങളിൽ വീട് വേണ്ടേ? ഉത്തർപ്രദേശിൽ ഒരു സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം 2 ലക്ഷം. നമ്മുടെ കേരളത്തിൽ കിബി വീട് വെച്ച് കൊടുക്കുമ്പോ ആ സ്കൂൾ വെച്ച് കെട്ടിക്കൊടുക്കുമ്പോ അവിടെ വീട് സ്കൂൾ വെച്ച് കെട്ടിക്കൊടുക്കാൻ വേണ്ടി 15 കോടി രൂപ വേണം. വയനാട്ടിലെ സ്കൂളും കോട്ടയത്തെ സ്കൂളും തമ്മിൽ വ്യത്യാസമുണ്ടോ? വയനാട്ടിലെ വെള്ളാർമല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആധുനിക ജീവിത പരിസരത്ത് ജീവിച്ച കുട്ടികളാണ് എന്ന് ആ വിദ്യാലയത്തിലെ കുട്ടികളുടെ ജീവിതാനുഭവം ഈ നാട്ടിലെ മാധ്യമങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചില്ലേ? ആ നിലവാരത്തിലേക്ക് അവിടുത്തെ കുട്ടികളെ താമസിപ്പിക്കണമെങ്കിൽ നിങ്ങൾ തരുന്ന 2 ലക്ഷം രൂപയ്ക്ക് അവിടെ ഒരു കെട്ടിടം പണിയാൻ പറ്റുമോ? 2 ലക്ഷം രൂപയ്ക്ക് അംഗനവാടി പണിയാൻ പറ്റുമോ? കേന്ദ്ര മാനദണ്ഡ പ്രകാരം 2 ലക്ഷം രൂപയാണ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന് അനുവദിക്കുന്നത്. 2 ലക്ഷം രൂപയുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ വയനാട്ടിൽ മതിയോ? BJP-യുടെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ പറയുന്നത് ഇതൊക്കെ ആകെ 3 പഞ്ചായത്ത് വാർഡിലെ ഒരു ജില്ലയെ മോദി എന്തെങ്കിലും ചെയ്തത്. ഇങ്ങനൊരു പാർട്ടിയുണ്ടോ? ഇങ്ങനൊരു ഗവൺമെന്റ് ഉണ്ടോ? ഇങ്ങനെ ജനങ്ങളോട് കേരളത്തോട് വിവേചനപരമായി പെരുമാറുന്ന സർക്കാർ ഇന്ത്യ രാജ്യത്ത് ഇതല്ലാതെ വേറെ ഏത്? മുമ്പും കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിട്ടുണ്ട് വിവേചനങ്ങൾ കാണിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ കോൺഗ്രസ് എന്ന കാലത്ത് ഇപ്പൊ വയനാട് എംപിയായ പ്രിയങ്ക ഗാന്ധിയുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് കേരളത്തിന് റേഷൻ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുറ്റമാത്രമായി നിങ്ങൾ എന്തിനാണ് മലയാളികൾ ഡൽഹിയിൽപ്പെടുന്നത് എന്ന് 1984 അന്ന് ആ ചോദിച്ചത് കേരളത്തിന് അപമാനകരമാണെങ്കിൽ ആ അപമാനകരമായ കാര്യം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന RSS-ന്, BJP-ക്ക്, കേന്ദ്ര സർക്കാരിന് ചൂട്ടുപിടിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. MP-മാരെല്ലാം കൂടെ കൂടിച്ചേർന്ന് വയനാടിന് വേണ്ടി ഒരു നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചു. നിവേദനം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി MP അല്ല. അവസാനം മനസ്സോടെ നിവേദനത്തിൽ ഒപ്പിടാമെന്ന് കേന്ദ്ര കോൺഗ്രസുകാർ സമ്മതിച്ചു. എല്ലാവരുടെ നിവേദനം കൊടുക്കാൻ പോയി. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും PT ഉഷ ഉൾപ്പെടെ എല്ലാവരും ഒപ്പിട്ട് നിവേദനം കൊണ്ട് കൊടുക്കുന്നു. അതിന് ഏതെങ്കിലും നേതാവിനെ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? LDF-ന്റെ MP-മാർ പങ്കെടുത്തു. സന്തോഷ് കുമാറുണ്ട്, K. രാധാകൃഷ്ണനുണ്ട്, ജോർജ് പ്രകാശുണ്ട്, A. രജിമുണ്ട്, ജോസ് കെ മാണി ഉണ്ട്.
പ്രിയങ്കയുടെ നേതൃത്വത്തിൽ അമിത്ഷായെ കണ്ടു. പ്രിയങ്കയുടെ നേതൃത്വത്തിൽ മുമ്പ് അമിത്ഷായെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കച്ചവടം വേറെയാ കേട്ടോ. ഭർത്താവിന് DLF അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ 170 കോടി രൂപ അമിത്ഷാ പറഞ്ഞപ്പോൾ കൈമാറി കൊടുത്ത പഴയ ഡീലുണ്ട്. അതിന്റെ ഓർമ്മയൊന്നും കേരളത്തോട് പറയണ്ട. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം പറയുന്നത് ഈ കേരളം എന്ന് പറയുന്നത് തകരുന്ന കേരളമല്ല, വയനാട് മാത്രമാണ്. ഇന്നലെയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത്. ആദ്യമായി ഔദ്യോഗിക തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം റെക്കോർഡിൽ കയറി വന്നത് ഇന്നലെയാണ്. ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്ന് ഇന്ത്യയിൽ, അത് നമ്മുടെ കേരളത്തിൽ. അതിന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മന്ത്രിസഭ 2015 മോദി, ഉമ്മൻചാണ്ടി, അദാനി ത്രികക്ഷി കരാർ ഏർപ്പെട്ടു. ആ കരാറിൽ പറയുന്നത് എന്താണ്? 815 കോടി രൂപ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ വിഴിഞ്ഞത്തിന് കേന്ദ്രം തരും. പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 815 കോടി രൂപ കേന്ദ്രം കേരളത്തിന് ഈ അദാനിയുടെ തുറമുഖത്തിന്, കേരളത്തിന്റെ തുറമുഖത്തിന് പണം തരും. ഇന്നലെ എന്താ കേന്ദ്ര നിലപാട്? പണം തരുമെന്ന് കരാറുണ്ടാക്കിയ കേന്ദ്രം കരാർ ലംഘിക്കുന്നു. കരാർ ലംഘിച്ചിട്ട് പറയാണ് അത് വായ്പയായിട്ട് കണക്കാക്കിയോ, തിരിച്ചു വരുമ്പോ ഒരു 12,300 കോടി രൂപ 30 കൊല്ലം കഴിഞ്ഞ് തന്നേക്കണം. ഇതാണ് കേരളത്തോടുള്ള സമീപനം. കേരളത്തോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം വയനാട്ടിൽ മാത്രം ആരംഭിച്ച് വയനാട്ടിൽ മാത്രം നിൽക്കുന്നതല്ല. വിഴിഞ്ഞം പോലെ ഇന്ത്യക്ക് അഭിമാനകരമായ, ഇന്ത്യയുടെ തലവക്കുടിയായ ഒരു തുറമുഖം നിർമ്മിച്ചിട്ട് ആ തുറമുഖത്തിന് അഭിനന്ദനം പറയുന്നതിന് പകരം 815 കോടി രൂപ തരാമെന്ന ആ കരാർ ലംഘിക്കുന്നു, നഗ്നമായി ലംഘിക്കുന്നു. ഇതല്ലേ ഇവിടെ നടപ്പാകുന്നത്? ഇന്നിപ്പോ അടുത്ത പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കേരളയിലുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ്. കൊച്ചിയിലാണ് ചർച്ച. എന്താ നടക്കാൻ പോണത്? നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏത് തീവണ്ടിപ്പാതയും 4 വരിയായി മാറുകയാണ്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തീവണ്ടിപ്പാതയും 4 വരിയായി തീരാൻ പോവാണ്. കേരളത്തിൽ മാത്രം 1ഉം 2ഉം തീവണ്ടിപ്പാത കഴിഞ്ഞാൽ 3ഉം 4ഉം തീവണ്ടിപ്പാതയ്ക്ക് കേന്ദ്രം പണം തരില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതിവേഗ തീവണ്ടിപ്പാതയുടെ മറ്റൊരു പദ്ധതിയാണ്. കേന്ദ്രം ഇപ്പൊ പറഞ്ഞെന്താണ്? നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ പണം മുടക്കി ഞങ്ങളുടെ വന്ദേ ഭാരതമൊക്കെ ഓടിക്കാൻ തക്കവണ്ണം 3ഉം 4ഉം തീവണ്ടിപ്പാത ഉണ്ടാക്കിക്കോ. ഇതാണ് കേന്ദ്രത്തിന്റെ സമീപനം. നമുക്ക് തീവണ്ടിയില്ല, നമുക്ക് വയനാടുമായി ബന്ധപ്പെട്ട് പണമില്ല, നമുക്ക് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പണമില്ല. കേരളത്തിന് ദേശീയപാതയ്ക്ക് വേണ്ടി ഇന്നലെ ലോകസഭയിൽ നിതിൻ ഗഡ്കരി പറഞ്ഞത് കേരളം മാതൃകാപരമായി പണം തന്നു, 6000 കോടി രൂപ. അത് കേരളത്തിന്റെ ബഡ്ജറ്റിനകത്തുള്ള വായ്പയാക്കി മാറ്റി കേരളത്തിന്റെ പെടലിക്ക് പിടിച്ചു കേന്ദ്രം. ആ പെടലിക്ക് പിടിച്ച് നിർമ്മല സീതാരാമനോട് ഞാനൊന്ന് വർത്താനം പറഞ്ഞ് നോക്കട്ടെ എന്ന് ജോൺ ബ്രിട്ടാസിനുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലിന് മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി അമിത്ഷാ, ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുന്ന നിതിൻ ഗഡ്കരി പറയുന്ന നമ്മൾ കേട്ടു. ഇതിന് സമരം വേണ്ടേ? ഈ സമരം ഇന്ന് തീരുമോ? LDFന്റെ സമരം ഇന്ന് തീരുമോ? ഉപരോധം ഇന്ന് തീരുമോ? കേരളത്തിലെ കോൺഗ്രസുകാർ ഉണ്ടാക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസുകാരുടെ സമീപനം എന്താണ്? പിണറായി സർക്കാർ ഇരിക്കുമ്പോൾ കേന്ദ്രം പണം തരരുത്, പിണറായി സർക്കാർ ഇരിക്കുമ്പോൾ കേരളത്തിൽ പദ്ധതികൾ വരരുത്, പിണറായി സർക്കാരിന്റെ കാലത്ത് മാതൃകാപരമായി വയനാട് പുനരധിവാസം ഉണ്ടാകരുത്. ഇതിനാവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ കോൺഗ്രസ് കേരളത്തിൽ നടത്തുമ്പോ, UDF കേരളത്തിൽ നടത്തുമ്പോ BJPക്ക് സൗകര്യമാണ്. സുരേഷ് ഗോപി മിണ്ടേണ്ടി വരികയില്ല, BJPക്കാർ ഉത്തരം പറയേണ്ടി വരികയില്ല. അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് ഒറ്റുകാർക്കെതിരെയുള്ള സമരം കൂടിയാണ്, കേരളത്തെ ഒറ്റുന്ന UDFനെതിരായ സമരം കൂടിയാണ്, കേരളത്തിനെതിരെ വാളെടുത്ത് നിൽക്കുന്ന, വിവേചനം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ സമരം കൂടിയാണ്. ധനകാര്യ കമ്മീഷൻ അടുത്ത 3 ദിവസങ്ങൾ കേരളത്തിൽ വരുന്ന കാര്യം ജയരാജ് സാർ പറഞ്ഞു. അവര് കുമരകത്ത് വരുന്നുണ്ട്, തിരുവാർപ്പിൽ സന്ദർശിക്കുന്നുണ്ട്. കേരളം ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ജനസാന്ദ്രത വെച്ച് പണം തരൂ. എന്താ കാരണം? രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ വിസ്തൃതി കണ്ടാൽ ആ വിസ്തൃതി വെച്ചിട്ടാണ് രാജസ്ഥാന്റെ പണം. അവിടെ ജനസംഖ്യ തീരെയില്ല, പക്ഷെ പണം കിട്ടും. നമുക്കോ? കേരളത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത. കേരളം ഒറ്റ നഗരമാണ്. ഈ നഗരവൽക്കരിക്കപ്പെട്ട ജനസംഖ്യ കുറയുന്ന 60 വയസ്സിനും ഏറെയുള്ളവരുടെ ശതമാനം എന്ന് പറയുന്ന ജനസംഖ്യയിൽ 23%. ദേശീയ ശരാശരി 16-17% ഉള്ളൂ.
അപ്പൊ മനുഷ്യൻ ആയുസോടെ കൂടുതൽ കാലം ജീവിക്കുന്ന കേരളം, ഇതിന് പണം തരണ്ടേ? ഇതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യമല്ല ഈ സമരം, LDFന്റെ മാത്രം മുദ്രാവാക്യമല്ല ഈ സമരം. വയനാട്ടിൽ എന്തെങ്കിലും നക്കാപ്പിച്ച തന്നാൽ തീരൂല ഇത്, അത് മനസ്സിലാക്കണം. വയനാട്ടിൽ എന്തെങ്കിലും കുറച്ച് പൈസ തന്നാൽ ഉടനെ അവർ ഇല്ലില്ല. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന എന്ന് പറയുന്നത് ഒരു സ്ഥിരമായ പ്രശ്നമാണ്. തിരുത്തിക്കണം. ചില പ്രശ്നങ്ങൾ വന്നപ്പോ MP-മാര് കൂട്ടത്തോടെ ലോകസഭയിൽ ചാടി ഇറങ്ങുന്ന കണ്ടല്ലോ. സമ്പൽ പ്രശ്നമുണ്ടായപ്പോ ഉത്തർപ്രദേശിലെ MP-മാരെല്ലാം കൂടെ ചാടി. കേരളത്തിലെ ജയിച്ചുപോയ 18 UDF MPമാർക്കൊന്ന് ചാടിയാൽ എന്താ വയനാടിന് വേണ്ടി? നിങ്ങൾ എന്താ ലോകസഭയിൽ ഒന്ന് ചാടാഞ്ഞത്? നിങ്ങൾ ചാടിയാൽ, നിങ്ങൾ ഈ കേരളത്തിന് വേണ്ടി വാദിച്ചാൽ, ഈ സർക്കാർ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടാൽ ഞങ്ങൾക്ക് മരണമണി മുഴങ്ങുമെന്ന UDFന്റെ ഭയമാണ് മോദിക്ക് കൂട്ടുനിൽക്കാൻ UDFനെ സഹായിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദിക്കും BJPക്കും അരുനിൽക്കുന്ന ഈ കേരളത്തിലെ UDF പ്രതിപക്ഷം കേന്ദ്രത്തിലെ പിന്താങ്ങി പ്രതിപക്ഷമാണ്. നരേന്ദ്രമോദിയുടെ പിന്താങ്ങി പ്രതിപക്ഷമാണ്. ഈ പിന്താങ്ങി പ്രതിപക്ഷം കേരളത്തിലെ ശാപമാണ്, ഇരട്ട ദുരന്തമാണ്. വയനാട് ദുരന്തത്തിന് മേൽ മറ്റൊരു ദുരന്തമായി നമ്മുടെ കൺമുമ്പിൽ ഈ കേന്ദ്ര സർക്കാർ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെ ദുരന്തമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കൂട്ടം. ഈ ശക്തികളെ തുറന്നു കാട്ടിക്കൊണ്ടും കേരളത്തിന് വേണ്ടി പൊരുതാൻ LDF മാത്രം, മലയാളികൾക്ക് വേണ്ടി പൊരുതാൻ LDF മാത്രം, ഇടതുപക്ഷ ജനാധിപത്യത്തോട് മാത്രം ആ രാഷ്ട്രീയ സമരം, കേരളത്തിന് വേണ്ടിയുള്ള വികസന സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചത് പ്രകാരം വളരെ ഗംഭീരമായി LDFന്റെ പ്രവർത്തകർ വയനാടിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, വയനാടിനുള്ള അവഗണനയുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മുടെ മനസ്സിൽ പേറുന്ന ആ പ്രതിഷേധത്തിന്റെ കനലുകളെ ജനിപ്പിച്ചുകൊണ്ട് തിരമാല പോലെ ഇവിടെ ഈ സമരരംഗത്തെത്തിയത്. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ സമരസഖാക്കളെയും സുഹൃത്തുക്കളെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ അഭിമാനമായ നേതാക്കളെ ഓരോരുത്തരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, CPIM-ന് വേണ്ടി, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. NCPയുടെ നേതാവ്, ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ കൂടിയായ പ്രിയങ്കരിയായ ലതിക സുഭാഷിനെ അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ഈ ധർണ സമരപരിപാടിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ AB റസൽ, ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രിയങ്കരനായ ചീഫ് ഡോക്ടർ N. ജയരാജ്, സ്നേഹമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള MLA-മാരടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളെ, നേതാക്കളെ, സഖാക്കളെ, സഹോദരന്മാരെ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് PB ബിനുവും ശ്രീ AB റസലും അഡ്വക്കേറ്റ് അനിൽകുമാറും, കേരളത്തിലെ ജനങ്ങൾ ഇന്നേ ദിവസം വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തെ ജനങ്ങൾക്ക് അർഹമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിന് വേണ്ടി എന്തുകൊണ്ട് കേരളത്തിന്റെ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും സെക്രട്ടേറിയറ്റ് അടക്കം ഇത്തരമൊരു സമരം നടത്തുന്നു എന്നതിനെ കുറിച്ച് വളരെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ ജൂലൈ മാസത്തിൽ ഉണ്ടായത്. 6 മാസം എത്താൻ പോകുമ്പോൾ കേരളത്തിലെ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുവാനായി
കേരളത്തെ ഒരു കൈ സഹായിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികം ദിവസം കഴിയുന്നതിന് മുൻപേ വലിയ ആഘോഷമായി ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ദുരന്തമായി അവശേഷിക്കുമ്പോഴാണ് കേരളത്തിൽ ഇത്തരം ഒരു സമര പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ സമരം ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങളെല്ലാവരും വയനാട്ടിലെ ദുരന്തത്തിൽ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ കുടുക്കയിൽ പണം നിക്ഷേപിച്ചതുൾപ്പെടെ വയനാട്ടിലെ ഈ വലിയ ദുരിതത്തിന് കൈത്താങ്ങായി നൽകിയെങ്കിൽ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ, നമ്മുടെ സഹകരണ രംഗത്തെ സഹകരണ മേഖലകൾ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ കോർപ്പറേഷനുകൾ മുഴുവൻ ആളുകളും കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഒരുപാട് ആളുകൾ സഹായം നൽകിയപ്പോഴും ഈ ദുരിതത്തെ വന്ന് നേരിൽ കണ്ട് പ്രധാനമന്ത്രി തിരിച്ചു പോയപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു വലിയൊരു സഹായം കേരളത്തിന് കൈത്താങ്ങായി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് നൽകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ശ്രീ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിർണായക സന്ദർഭങ്ങളിൽ, തിരുവോണനാളിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ അവർക്ക് വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതര സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദുരിതമുണ്ടാകുന്നു എന്ന സൂചന കിട്ടുമ്പോൾ പോലും അഡ്വാൻസ് ആയിട്ട് പണം കൈമാറുന്ന കേന്ദ്ര ഗവൺമെന്റ് കേരളത്തില് നമുക്കറിയാം കരസേനയും നാവികസേനയും വ്യോമസേനയും ഉൾപ്പെടെ സൈന്യങ്ങൾ, സ്വകാര്യ വ്യക്തികൾ, സന്നദ്ധ സംഘടനകൾ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ വയനാട് മേഖലയിലേക്ക് കടന്നു വന്ന് ഈ ദുരിതത്തില് കഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുവാനെത്തി. പല സ്കൂളുകളും പൂർണ്ണമായി തകർന്നു. നമുക്കറിയാം മുണ്ടക്കൈ LP സ്കൂളിൽ ഉണ്ടായ ആ വലിയ ദുരന്തം. ഒരു സ്കൂള് ഇരിക്കുന്നിടത്ത് ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ആ ദുരിതത്തിൽപ്പെട്ട ആളുകളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ 1-2 രൂപയല്ല, എത്ര ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സർക്കാർ വിനിയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു നാട്ടിലെ ജനങ്ങളെ തള്ളിവിട്ട ഒരു വലിയ പ്രകൃതിക്ഷോഭമാണ് അവിടെ ഉണ്ടായത്. അതിന് പരിഹാരം കാണുവാനായിട്ട് ഒരു ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപ ലഭിച്ചാലും സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം, അതുപോലെ തന്നെ ദുരിതമുണ്ടാകുമ്പോൾ പ്രഖ്യാപിക്കുന്ന പണം, അതുപോലെ ദുരന്തത്തിന്റെ ഒരു ആഴം എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതലായി കൊടുക്കാവുന്ന പണം, ഇതിലൊന്നും കൊടുക്കുവാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വയനാട്ടിലെ ജനങ്ങളുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന ആ ദുരന്തം മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾ മാനസികമായി ഉണ്ടായിട്ടുള്ള ആഘാതങ്ങൾ, മനഃശാസ്ത്രപരമായി അവരെ കൈകാര്യം ചെയ്യണം. പ്രകൃതിക്ഷോഭമുണ്ടായ സ്ഥലത്ത് തന്നെ താമസിക്കണമെന്ന് ശ്രമിക്കുന്നവർ, പ്രകൃതിക്ഷോഭമുണ്ടായ സ്ഥലത്തേക്ക് അത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത മറ്റൊരു വിഭാഗം ജനങ്ങൾ, ഇവരെയെല്ലാം തരം തിരിച്ച് ഇവിടെ അനിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു വേദനയും ഉണ്ടാകാത്ത വിധത്തിൽ ഇത്രയും വലിയ ഒരു പ്രകൃതിക്ഷോഭത്തിൽ അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യത്തിലാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശ്രീ പിണറായി വിജയന്റെ സർക്കാരും. അതിനൊരു കൈത്താങ്ങ് കൊടുക്കുവാൻ പച്ച രാഷ്ട്രീയം നോക്കി, രാഷ്ട്രീയമായ സങ്കുചിത മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിഷേധം ഇന്നിവിടെ നടത്തുമ്പോൾ കേരളത്തിലെ മറ്റ് 13 ജില്ലകളിലും സെക്രട്ടേറിയറ്റ്
നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളില് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എല്ലായിടത്തും സമരങ്ങൾ നടക്കുമ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ സമര പരിപാടികൾ ഏതറ്റം വരെയും പോകുവാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ സമര പരിപാടികളിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ പ്രിയങ്കരനായ ജോ മൈക്കിൾ MLA. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ, കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശത്തുനിന്ന് ഇവിടെ തിരിക്കുന്ന സമരഭടന്മാർ, പ്രിയമുള്ളവരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിശക്തമായ സമരരംഗത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത് ആദ്യമായിട്ടല്ല. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ MP-മാരും MLA-മാരും മന്ത്രിമാരും ഡൽഹിയിൽ ചെന്ന് അവിടെ ഡൽഹിയിൽ സമരമിരിക്കുകയുണ്ടായി. അന്ന് നമ്മൾ പറഞ്ഞു, കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതം കൃത്യമായി തരുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എണ്ണി അവിടെ നമ്മുടെ നേതാക്കന്മാർ നിരത്തുകയുണ്ടായി. അതിനുശേഷം നമ്മൾ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞു, കേരള സംസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളത്തിന് അവകാശപ്പെട്ട പൈസ കൊടുക്കണം, അത് ഒരു സംസ്ഥാനത്തിന്റെ അവകാശമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. നമുക്കറിയാം, ആങ്ങളെ എത്താനും പെങ്ങളെ കണ്ണീർ കണ്ടാൽ മതിയെന്ന് കരുതുന്ന UDF അവര് ഇന്ന് BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ ചെയ്യുന്ന കേരളത്തോട് കാണിക്കുന്ന ഓരോ അവഗണനയും അതിശക്തമായി പ്രോത്സാഹിപ്പിക്കുക. കേരളത്തിൽ പോയിരിക്കുന്ന MP-മാർ കഴിഞ്ഞ ഈ ഇലക്ഷന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ അന്ന് കേന്ദ്രത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുവാൻ തയ്യാറായില്ല. സംസ്ഥാന സർക്കാർ ഒരു നിവേദനത്തിൽ ഒപ്പിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒപ്പിട്ട് തരുവാൻ തയ്യാറായില്ല. അങ്ങനെ ഓരോ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ശിഥിലീകരിക്കുവാൻ, സാമ്പത്തികമായി എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലെല്ലാം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വയനാട് ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാശത്തോടുകൂടി വട്ടമിട്ട് പറന്ന് വയനാടിൽ ഇറങ്ങി അവരോട് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് ഒപ്പമുണ്ട്, പ്രധാനമന്ത്രി ഒപ്പമുണ്ട്, പക്ഷെ സഹായത്തിനൊപ്പം ഇല്ല. വാക്കുകളിനൊപ്പമുണ്ട്, പക്ഷെ ഒരു രൂപ പോലും സഹായിക്കുവാൻ തയ്യാറാകാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരിതാശ്വാസ ഫണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന പൈസ തന്നിട്ട് ആ പൈസയാണ് വയനാട് ദുരന്തത്തിൽ തന്നെ എന്ന് പറഞ്ഞു വെക്കുന്ന സ്ഥിതിയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്നത്. നമുക്കറിയാം, 500-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നിരാനന്തരായി. അവരെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും അതിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. പല കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങളുടെ മുമ്പ് അവഗണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർ അസ്ഥിരത്വം പെടുത്തുന്നുണ്ടെങ്കിൽ ആ സ്ഥിരപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ പോലും തരാൻ തയ്യാറാകുന്നില്ല. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ രാജ്ഭവന് മുമ്പിലും കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളുടെ മുമ്പിലും ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമരം നടത്തുക. ഈ സമരത്തിന് ശക്തമായ ജനകീയ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഈ കോട്ടയം ജില്ലയിലായിട്ട് പോലും ഇത്രയധികം ആളുകൾ ഈ സമരത്തിൽ അണിചേർന്നുകൊണ്ട് വയനാട് ജില്ലയിലുള്ള നമ്മുടെ സ്നേഹ പ്രതിബദ്ധതയെ കാണിക്കുന്നു. നമുക്കറിയാം, കേന്ദ്രം പറയുന്നത് എന്താ, കേരളം എല്ലാത്തിലും ഒന്നാമതാന്നാ പറയുന്നത്. എല്ലാ കാര്യം ഒന്നാമതാകാൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്, മുമ്പ് ഭരിച്ചിട്ടുള്ള ഗവൺമെന്റുകൾ എല്ലാം കേരളത്തിലെ ജനങ്ങളെ ഒന്നാമതെത്തിക്കുവാൻ അതിശക്തമായി പ്രവർത്തനം നടത്തുന്ന ഗവൺമെന്റാണ്. കഴിഞ്ഞ 8 വർഷമായി ഇവിടെ നമുക്കറിയാം,
ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നു. ആ ഇടതുപക്ഷ ഗവൺമെന്റ് കിഫ്ബി മുഖാന്തരം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ 600 വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് പാലമായി, റോഡായി, സ്കൂളായി വിവിധ രീതിയിലുള്ള വികസനത്തിന് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുമ്പോൾ ആ ചെലവഴിക്കുന്ന തുക കേരളത്തിലെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ തള്ളിവിടുമ്പോൾ ശക്തമായിട്ടുള്ള പ്രതികരണം നമുക്ക് ഉണ്ടാകണം. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ കാണിക്കുന്ന ഈ രീതിയിലുള്ള തരംതിരിവ് ഒരു രീതിയിലും വെച്ചുപറപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നമുക്കറിയാം പ്രളയം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ സഹായം കിട്ടും, എന്നാൽ സഹായം തന്നില്ല. എന്തിനു പറയുന്നത്, നമ്മളെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന മറ്റു സ്ഥലങ്ങളിലെ ആളുകളെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. നമുക്കറിയാം നിപ്പ വന്നു, നമ്മൾ അത് അതിജീവിച്ചു. കോവിഡ് വന്നു, നമ്മളതിനെ അതിജീവിച്ചു. ഈ കാര്യങ്ങൾക്കെല്ലാം സംസ്ഥാന ഗവൺമെന്റ് അതിശക്തമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു. വയനാട് ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷികൾ പറയുന്നത് എന്താ, അതൊരു പഞ്ചായത്തിലുണ്ടായ ദുരന്തമാണ്, കേവലം 2-3 പഞ്ചായത്തിലുള്ള ദുരന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 500-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അതിനെ കണ്ടു തുറക്കാൻ സാധിക്കാതെ ഈ രീതിയിൽ പുച്ഛിക്കുമ്പോൾ സംസ്ഥാനത്തെ ഗവൺമെന്റ് മുമ്പോട്ട് വികസന പദ്ധതികളും വയനാടിന്റെ പുനരുദ്ധാരണവും മുമ്പോട്ട് പോകുമ്പോൾ അതിനെ ശക്തമായി പിന്തുണയ്ക്കുവാൻ നമുക്ക് എല്ലാവർക്കും അതിശക്തമായ രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ നയം തിരുത്തുന്നതിലൂടെ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. RSP ലിസ്റ്റിന്റെ സഹാക്കളും റെഡ് ഫ്ലാഗിന്റെ സഹാവ് ദിലീപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. ഈ സമ്മേളനത്തെ അഭിസംബോധന സാറേ വിളിച്ചിരുന്നു. ഞാനിപ്പോ LDFന്റെ പരിപാടിയിലാണ്. യോഗാധ്യക്ഷൻ ബഹുമാന്യായ സഹാബ് AV റസൽ, ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ബഹുമാന്യായ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് MLA, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് മുൻപ് സംസാരിച്ച ഉദ്ഘാടകൻ ഉൾപ്പെടെ പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് കേരളത്തിന്റെ രാജ്യസഭയിൽ ഉൾപ്പെടെ, രാജ്ഭവന്റെ മുന്നിൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. പ്രധാനമായും വയനാട്ടിലെ വിഷയങ്ങൾ, അതുകൂടാതെ തന്നെ ഇവിടെ പരാമർശിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്കറിയാം 2016 മുതൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരമേറ്റതിനു ശേഷം സമാനതകളില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേറുമ്പോൾ നമുക്ക് മുൻപ് ഭരിച്ചുപോയ UDFന്റെ ഭരണകാലം നമുക്ക് അത്ര വേഗം മറക്കാവുന്ന ഒരു കാലഘട്ടമല്ല. ഭരണത്തിലേറിയ ആദ്യ ദിനങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ബഡ്ജറ്റിന്റെ സമയത്ത് തന്നെ നിയമസഭയിൽ വെച്ച അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന സഹാബ് തോമസ് ഐസക് സാർ നിയമസഭയിൽ വെച്ച രേഖകൾ പ്രകാരം നമ്മുടെ ഖജനാവ് അന്നത്തെ 16 നമ്മുടെ കയ്യിലേക്ക് കൈമാറി കിട്ടിയ ഖജനാവ് യഥാർത്ഥത്തിൽ കാലിയായിരുന്നു. എങ്ങനെയാണ് ഖജനാവ് കാലിയായത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊത്തിരി ഉദാഹരണങ്ങളൊന്നും തേടി പോകേണ്ടതില്ല. കാരണം നമ്മളിപ്പോ നിൽക്കുന്നതിന്റെ ഇടതുവശത്തേക്ക് നോക്കിയാൽ ആ ഖജനാവ് കാലിയായതിന്റെ മഹാരഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ ഇവിടെ പൊളിച്ച് മാറ്റണമെന്ന് പറഞ്ഞ ഒരു മനോഹരമായ ഒരു സൃഷ്ടി ഉൾപ്പെടെ നമുക്ക് മുൻപിൽ ഇന്ന് അതിന്റെ ഉദാഹരണമായി എന്താ പറയാ തലതിരിഞ്ഞ വികസനത്തിന്റെ ഉദാഹരണമായി നമുക്ക് മുൻപിൽ ഇത് പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ പാലാരിവട്ടം പാലം ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ച് നമ്മുടെ ഖജനാവിനെ കാലിയാക്കി നമ്മുടെ കയ്യിലേക്ക് 2016 തരുമ്പോൾ ഈ ഗവൺമെന്റ് ഇവിടെ പണമില്ല എന്നതിന്റെ പേരിൽ ഇവിടുത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയല്ല ചെയ്തത്.
അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട കിഫ്ബി എന്ന പുതിയ ഒരു ധനാപകമ സമ്പ്രദായത്തിന് സർക്കാർ തുടക്കം കുറിക്കുകയും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സമാനതകളില്ലാതെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇപ്പൊ ഇവിടെ പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണം കേന്ദ്ര സർക്കാരാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ തുകയും വകകൊള്ളിക്കുന്നത്. ബഡ്ജറ്റുകളിലൂടെ വകകൊള്ളിച്ചുകൊണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയപാത വികസനം നടക്കുമ്പോൾ കേരളത്തിൽ വന്നപ്പോൾ മാത്രം കേരളം പറഞ്ഞു ഞങ്ങൾക്ക് ദേശീയപാത വികസനം സാധ്യമല്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 2015 മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ദേശീയപാത വികസനം നടക്കില്ല. അതുകൊണ്ട് തന്നെ ദേശീയപാത വികസനത്തിന് വേണ്ടിയുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസ് അടച്ചുപൂട്ടപ്പെട്ട ഒരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു. എന്നാൽ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു ഈ കേരളത്തിൽ ദേശീയപാത വികസനം നടക്കും, അതിനാവശ്യമുള്ള പണം, അത് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള പണം കേരളത്തിലെ സർക്കാർ നൽകും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് 5558 കോടി രൂപ നമ്മുടെ കിഫ്ബി വഴി നമ്മുടെ സർക്കാർ സ്ഥലം ഏറ്റുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ ദേശീയപാത വികസനം നടക്കുന്നത്. കിഫ്ബി വന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന വലിയ മാറ്റങ്ങൾ, അത് റോഡായാലും പാലമായാലും കുടിവെള്ള പദ്ധതികളായാലും ആശുപത്രികളായാലും സ്കൂളായാലും എന്ന് വേണ്ട ഇന്ന് നടക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ ഏതൊരു വിഷയം നമ്മൾ പരിശോധിച്ചാലും അതിന്റെ എല്ലാം ധനസ്രോതസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കിഫ്ബിയാണ് എന്നിരിക്കെ ആ കിഫ്ബിയുടെ കടം ഒരു ഗവൺമെന്റിന്റെ കടമായി കണ്ടുകൊണ്ട് കേന്ദ്രം നമുക്ക് കടമെടുക്കാനുള്ള പരിധി നിശ്ചയിച്ചിരിക്കുന്നു. അതിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റേതായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റേതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കിഫ്ബി വഴിയോ അതല്ലാതെ കേന്ദ്രത്തിന് സഹായം കൊണ്ടോ ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട വിഹിതം കൊണ്ടോ ഈ കേരളത്തിൽ നടക്കരുത് എന്നുള്ള വലിയൊരു തന്ത്രത്തിന്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്രം നിർവഹിക്കപ്പെടുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ള മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകൾ, ആദ്യത്തെ ഒന്നാം ഇടതുപക്ഷ സർക്കാർ മുതൽ നാളിതുവരെ ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകൾ വരുന്ന സമയത്തുണ്ടായിട്ടുള്ള നാടിന്റെ മാറ്റങ്ങൾ നമുക്കത് കാണാതെ തരമില്ല. ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ എല്ലാം ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഒരു കാരണമാക്കി കേന്ദ്രത്തിന്റെ ഫണ്ട് നമുക്ക് തരാതിരിക്കുന്നതിന്. നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് പണം ആവശ്യപ്പെടുമ്പോൾ പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല ഏറ്റവും മികവുറ്റതല്ലേ, അവർ മികവുറ്റതാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. രാജ്യത്തെ പല പ്രധാനപ്പെട്ട അവാർഡുകളും നമ്മുടെ ആരോഗ്യ മേഖലയെ തേടിയെത്തുമ്പോൾ ആ അവാർഡ് കിട്ടുന്നതോ ആ മേഖലയുടെ മികവോ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രം തരേണ്ട വിഹിതത്തെ ഇല്ലാതെയാക്കുന്നതിനുള്ള ഒരു കാരണമാക്കി കേന്ദ്രം മാറ്റുന്നു എന്നുള്ളത് വളരെയേറെ പ്രതിഷേധാത്മകമായ ഒരു നിലപാടാണ്. ഇവിടുത്തെ ശിശു സൗഹൃദ സംസ്ഥാനമാണ് നമ്മുടേത് എന്ന് നമുക്കറിയാം. ശിശു സൗഹൃദം, അതുപോലെ തന്നെ വനിതാ സൗഹൃദമായ ഒരു സംസ്ഥാനം. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ അംഗൻവാടി കുട്ടികളുടെ കഞ്ഞി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ വിഹിതം നമുക്ക് കൃത്യമായി ലഭിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആ പണം ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇതൊരു ശിശു സൗഹൃദ സംസ്ഥാനമാണ്, ഇവിടെ ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മികച്ചതായ രീതിയിൽ നടക്കുമ്പോൾ എന്തിനാണ് കേന്ദ്രത്തിന്റെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി പണം തരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയുടെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയും അവർ അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ പൊതുവിതരണ സമ്പ്രദായം, കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്നത് മാതൃകാപരമാണ്. ഇവിടെ പറഞ്ഞു പണ്ട് റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിയപ്പോൾ 1984 രാജീവ് ഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച അനിൽ സഖാവ് സൂചിപ്പിച്ചു. ഈ ഭിക്ഷയാചിച്ച് എന്തിനാണ് കേരളം കേന്ദ്രത്തിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു. ഇത് നമ്മുടെ ഭിക്ഷയല്ല, ഇത് നമ്മുടെ അവകാശമാണ്. പക്ഷേ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ഏറ്റവും മികവുറ്റതാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയം മുതലുള്ള തീരുമാനവും കരാറുമാണ്. നമ്മൾ ഇവിടുന്ന് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു. കുരുമുളകും ഏലവും കാപ്പിയും അതുപോലെയുള്ള നാണ്യവിളകൾ കേരളം ഉൽപ്പാദിപ്പിച്ച് ഈ കേന്ദ്രത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അടിത്തറവാകുമ്പോൾ നമുക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങൾ
ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തെലങ്കാനയും ആന്ധ്രയും ഉൾപ്പെടെ പഞ്ചാബും ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ കേരളത്തിന് തരാമെന്നുള്ള ആ കരാറിനെയാണ് ഇന്നില്ലാതെയാക്കിക്കൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ റേഷൻ വിഹിതം ഉൾപ്പെടെയുള്ളവ തരാതിരിക്കുന്ന സമീപനം ഉണ്ടാകുന്നത്. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം ശക്തമല്ലേ, പിന്നെ എന്തിനാണ്? അതൊന്നുമില്ലാത്ത സംസ്ഥാനങ്ങൾക്കല്ലേ അപ്പൊ കേന്ദ്രം സഹായം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ഇല്ലായ്മയാക്കുന്നതിനുമുള്ള വലിയ പരിശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമാണോ ഇവിടെ ഇപ്പോ പങ്കെടുക്കുന്നതിൽ ഭൂരിപക്ഷവുമായിട്ടുള്ള വിദ്യാസമ്പന്നരായ യുവാക്കളുണ്ട്. അവരുടെ ജീവിതം നാളത്തെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പഠിച്ചു വരുന്ന പുതിയ തലമുറ അവർക്ക് ഒരു സ്ഥിരം തൊഴിലില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്ന സാഹചര്യം നമ്മൾ മുഖവില് കിടക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്. നമ്മൾ പറയും നമ്മുടെ കുട്ടികളെല്ലാവരും വിദ്യാഭ്യാസ ശേഷം വിദേശത്തേക്ക് കടക്കുന്നു, വിദേശവാസത്തിന് വേണ്ടി കുട്ടികൾ തയ്യാറാകുന്നു, ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്താണ് കുട്ടികൾ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത്. നമ്മൾ പരിതപിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരിവിടെ നിന്നാൽ അവരുടെ ജോലിയുടെ അവരുടെ വരുമാനത്തിന്റെ ഒരു സുസ്ഥിരത നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ, നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് നാം പരിശോധിക്കണം. കാരണം ആ സുസ്ഥിരമായ ഒരു തൊഴിൽ ലഭിക്കണമെങ്കിൽ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ നിലനിൽക്കണം. ഈ കഴിഞ്ഞ 3 വർഷത്തെ BJP 3 ടേമിലെ BJP സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ഫലമായി കഴിഞ്ഞ ടേമിൽ അവർ പൊതുമേഖലയെ വിറ്റഴിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റും മന്ത്രിയെ തന്നെ നിയോഗിച്ച ഒരു സാഹചര്യം. ഇവിടുത്തെ പൊതുമേഖല മുഴുവൻ സ്വകാര്യവൽക്കരണത്തിന് പാതയിലേക്ക് പോകുമ്പോൾ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക്, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു സുസ്ഥിരമായ ഒരു സാമ്പത്തിക സുസ്ഥിരത എങ്ങനെയാണ് ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാനാകുക. അങ്ങനെ ഏത് തരത്തിൽ നമ്മൾ പരിശോധിച്ചാലും ഈ കേരളത്തിന്റെ എല്ലാ മേഖലയിലേക്കും അല്ലെങ്കിൽ എല്ലാ തലങ്ങളിലേക്കുമുള്ള കടന്നുകയറ്റവും അതിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. പക്ഷെ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സമയത്ത് ഇതിന് ശക്തമായ നിലപാട് എടുക്കേണ്ടത് പാർലമെന്റിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-മാർ തന്നെയാണ് ആദ്യത്തെ നിലപാടെടുക്കേണ്ടവർ. പക്ഷെ അവർ അവിടെ മൗനം ദീക്ഷിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയുടെ വിഷയങ്ങൾ പറഞ്ഞു, അവസാനം പറഞ്ഞു നമ്മളിവിടെ കിഫ്ബി വഴി എന്താ പറയാ നമ്മുടെ ആശുപത്രികളെല്ലാം ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല രോഗീ സൗഹൃദമായ ആശുപത്രികളെല്ലാം ഉണ്ടാക്കി. അത് PHC മുതൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയ ആശുപത്രികളെല്ലാം ഇപ്പൊ ഒരേ കളറടിക്കാൻ പറഞ്ഞിരിക്കുക, കാവി കളറടിക്കാനുള്ള തിട്ടൂരം തന്നിരിക്കുന്നു സർക്കാർ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു നമ്മളിവിടെ നമ്മുടെ സർക്കാരിന്റെ ഖജനാവിലെ പണമോ കിഫ്ബിയുടെ പണമോ ഉപയോഗിച്ചുണ്ടാക്കിയ ആശുപത്രികൾക്കെല്ലാം കളർ മാറ്റണം, കാവി കളറടിക്കണം. അവിടെ ചില എംബ്ലങ്ങൾ പതിക്കേണ്ടതുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റേതായിട്ടുള്ള എംബ്ലങ്ങൾ പതിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, റേഷന്റെ കാര്യം പറഞ്ഞു, റേഷൻ കടയുടെ ഫ്രണ്ടിൽ സെൽഫി പോയിന്റ് ഉണ്ടാക്കി മോദിയെ നിർത്തിക്കൊണ്ട് മോദിയോടൊപ്പമുള്ള സെൽഫി എടുത്ത് അയക്കണം എന്നുള്ള, അപ്പോ റേഷൻ മുഴുവൻ അവരുടേതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിന്റെ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെയും ഇല്ലാതെയാക്കുന്നതിനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് ഒട്ടേറെ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച ഒരു ജനത, പ്രളയവും ഓഖിയും അതോടൊപ്പം തന്നെ കോവിഡ് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളെ എല്ലാം നമ്മൾ ഏറ്റവും ഭംഗിയായി അതിജീവിച്ചു. കേരളത്തിലെ സർക്കാർ അതിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളാകെ തന്നെ ഒറ്റക്കെട്ടായി നമ്മൾ അതിനെല്ലാം അതിജീവിച്ച ഒരു ജനതയാണ്. പക്ഷെ സമാനതകളില്ലാത്ത ഒരു ദുരന്തം ഒരു നാടിനെ ആകെ ബാധിച്ച സന്ദർഭം, ഏതാണ്ട് 400-ൽ-പരം നമ്മുടെ സഹോദരങ്ങൾ മരിച്ച ഒരു സന്ദർഭം, പലരെയും നമുക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ അവരുടെ മാതൃകാപരമായ ഒരു സംസ്കാരം നടത്തിയെങ്കിൽ പോലും അത്തരത്തിൽ നമുക്ക് മരിച്ചവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഒരു ദുരന്തം. ഇനി ഒരു പുനരധിവാസം നമുക്ക് ആ നാടിന് കൈത്താങ്ങായി നൽകിയേ സാധിക്കൂ. ആ കൈത്താങ്ങിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇന്ന് കേന്ദ്രത്തിന്റെ മുൻപിൽ ഭിക്ഷയാചിക്കുന്നത്. പണ്ട് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ ഇപ്പൊ ഭിക്ഷയാചിക്കുന്ന പോലെ ഒരു സർക്കാർ കേന്ദ്രത്തിന് മുൻപിൽ നിൽക്കുകയാണ്.
ഇവിടെ എവിടെയാണ് ഭരണഘടനാടിസ്ഥാനമായ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാനാവുക? പലതരത്തിലുണ്ട്. ഇപ്പൊ GST ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ യാതൊരു തരത്തിലുമുള്ള ചർച്ചയില്ല, ഒരു തരത്തിലുമുള്ള ചർച്ചയില്ല. കഴിഞ്ഞ ടേം വരെ, അതായത് 2 BJP സർക്കാരിന്റെ ടേം വരെ പ്രതിപക്ഷ താളില്ലായിരുന്നത് കൊണ്ട് തന്നെ ആവാം, അല്ലെ പ്രതിപക്ഷമില്ല എന്നുള്ള പേരിലാവാം, ഒന്നിന്റെയും തന്നെ ചർച്ച അവിടെ നടന്നിട്ടില്ല. ഇവിടെ നടപ്പിലാക്കിയ ഒരു ജനാധിപത്യ വിരുദ്ധമായ നയങ്ങളോ തീരുമാനങ്ങളോ നിയമങ്ങളോ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ പാർലമെന്റിനകത്തൊരു ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 നോട്ടുകൾ പിൻവലിക്കുന്ന സന്ദർഭത്തിൽ പാർലമെന്റിനുള്ളിൽ ഒരു ചർച്ച നടത്താൻ അവർ തയ്യാറായിട്ടില്ല. GST എന്ന പുതിയ ഒരു എന്താ പറയാ നികുതി നയം നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ പാർലമെന്റിനുള്ളിൽ ഒരു ചർച്ച നടത്താൻ അവർ തയ്യാറായിട്ടില്ല. കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങൾ, കർഷക നിയമങ്ങൾ പൊളിച്ചെഴുതിയ സന്ദർഭത്തിൽ പാർലമെന്റിനുള്ളിൽ ഒരു ചർച്ച നടത്താൻ അവർ തയ്യാറായിട്ടില്ല. ഇവിടുത്തെ തൊഴിലാളി നിയമങ്ങൾ പൊളിച്ചെഴുതിയ സന്ദർഭത്തിൽ പാർലമെന്റിനുള്ളിൽ ഒരു ചർച്ച നടന്നിട്ടില്ല. പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ പാസ്സാക്കുന്ന സന്ദർഭത്തിൽ പാർലമെന്റിനുള്ളിൽ ഒരു ചർച്ച നടത്താൻ അവർ തയ്യാറായിട്ടില്ല. എവിടെയാണ് ജനാധിപത്യം പുലരുന്നത്? ഈ സർക്കാർ, ഈ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും അതിന്റെ മതനിരപേക്ഷതയെയും എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും നമ്മൾ ഭിക്ഷയല്ല, നമ്മുടെ അവകാശം, നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന് മുൻപിൽ നിരവധിയായ നിവേദനങ്ങൾ, മന്ത്രിമാർ നേരിട്ട് തന്നെ കേന്ദ്രമന്ത്രിമാരെ കണ്ടു പറയുന്നു, വയനാടിന് കൈത്താങ്ങാകണം. വയനാടിന് കൈത്താങ്ങാകേണ്ടത് 600-ലധികം കുടുംബങ്ങളെ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന്റെ പേരിലാണ്. അതല്ലാതെ നമ്മളൊരു സ്ഥലം എടുക്കാൻ പോയാൽ നമുക്കറിയാം അവിടെ കൂടുതൽ വനത്തിൽപ്പെടുന്ന ഭൂമിയാണ്. ഇനി വനമല്ല എങ്കിൽ തന്നെ ഒരു ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നടത്തുകയാണെങ്കിൽ ഏതാണ്ട് 3-3.5 വർഷം ചുരുങ്ങിയതെടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം അതാകുമ്പോ ആ സമയം വേണ്ട, നമുക്ക് നേരിട്ട് എടുക്കാനുള്ള ഒരു സാധ്യത ഗവൺമെന്റിന്റെ മുന്നിലുള്ളത് കൊണ്ടാണ് അടിയന്തരമായി പുനരധിവസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ക്യാബിനറ്റ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അല്ലെങ്കിൽ 2013 അക്വിസിഷൻ ആക്ടും 2016 അക്വിസിഷൻ ആക്ട് ഒക്കെ പ്രകാരം അമെന്റ്മെന്റ് ഒക്കെ പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 4-5 വർഷം എടുക്കും ആ പുനരധിവാസ പ്രക്രിയ നടപ്പിലാക്കണമെങ്കിൽ. അപ്പോ ആ തരത്തിലൊരു ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ നമ്മുടെ ക്യാബിനറ്റ് തീരുമാനിച്ച ഘട്ടത്തിൽ ചില കേസുകൾ നമ്മുടെ ഹൈക്കോടതിയിലേക്ക് പോയി. അത് പ്രൈവറ്റ് കേസുകളാണ്. അതിലൊക്കെ നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ച് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പക്ഷെ ഇവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശിലോ ബീഹാറിലോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ പണിയുന്നത് പോലെ ഒരു ഷെഡ് അല്ലല്ലോ നമ്മൾ ഇവിടെ പണിയാൻ ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് അവർക്ക് പണിത് നൽകും. ആ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന്റെ അടിത്തറ പണിയുന്നത് 2ാമത്തെ നില കൂടി പണിയുന്ന അത്രയും ബലവത്തായിട്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ വെറും ഒരു കേവലമായ ഒരു പുനരധിവാസം അല്ലെങ്കിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ ഒരു ഷെഡ് കെട്ടിയോ ചാപ്ര കെട്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു കോളനിയിലേക്ക് അവരെ പറഞ്ഞയക്കുന്ന തരത്തിലല്ല കേരളം അവരെ പുനരധിവസിപ്പിക്കണം എന്നുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. അവിടെ അതൊരു ടൗൺഷിപ്പ് ആയിരിക്കും. അവർക്ക് അവിടെ വേണ്ട എല്ലാ അടിയന്തര സൗകര്യങ്ങളും, സ്കൂള്, അതുപോലെ തന്നെ ആശുപത്രി, അംഗൻവാടികൾ, ഷോപ്പിംഗ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ടൗൺഷിപ്പ് ആയിട്ടായിരിക്കും ആ പുനരധിവാസ പ്രക്രിയ കേരളം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേരളത്തിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനത്തിന്റെ പുറകെയാണ് ഇവിടെ ഒന്നും നടപ്പിലാക്കാതിരിക്കാൻ, ഈ പുനരധിവാസ പ്രക്രിയ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമയത്ത് നടപ്പിലാക്കാതിരിക്കുന്നതിന് ഇവിടെ നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ ഈ ജനങ്ങളോടൊപ്പം, വയനാട് ജനതയോടൊപ്പം നിൽക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ ഇന്ന് കേന്ദ്രത്തിന്റെ വാലാട്ടികളായി മാറിക്കൊണ്ട് ഒരു തരത്തിലും കേരളത്തിന് അത്തരത്തിലുള്ള സഹായം ലഭിക്കരുത് എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ കേരളം പ്രതിസന്ധികളാകുന്ന ഏതൊരു ഘട്ടത്തിലും, അതല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടുത്തെ MP-മാരുടെ മീറ്റിംഗ് നടത്തി കേരളത്തിന്റെ വിഷയങ്ങൾ ഇന്നതൊക്കെയാണ്, ഇത് നമ്മുടെ ആവശ്യമാണ്, ഇത് നിങ്ങൾ അവിടെ പാർലമെന്റിൽ പറയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ കേന്ദ്ര മന്ത്രിമാരെ കണ്ട ഈ ആവശ്യങ്ങൾ കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിലെല്ലാം പറഞ്ഞ്
വിടുന്നവർ അതിനകത്ത് ചെന്ന് ശബ്ദം പോലും ഉയർത്തുന്നില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്നെ അറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമരങ്ങളുമായി ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച ജോ മൈക്കിൾ MLA പറഞ്ഞു, നമുക്ക് അവകാശപ്പെട്ട അവകാശങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട GST വിഹിതം ഉൾപ്പെടെയുള്ളവ തടഞ്ഞു വെച്ച സന്ദർഭത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് ആകെ തന്നെ അവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി സമരം നടത്തുന്ന സന്ദർഭം ഉണ്ടാവുകയും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായത്. ഇപ്പോ വീണ്ടും വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി, ആ വയനാട്ടിലെ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഒരു കിടപ്പാടം നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ആരോരുമില്ലാത്തവർ പോലും അച്ഛനും അമ്മയും സഹോദരങ്ങളും നഷ്ടപ്പെട്ട 11 കുടുംബാംഗങ്ങൾ വരെ ഒരേപോലെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുണ്ട് വയനാട്ടിൽ. അവർക്കൊരു കൈത്താങ്ങാകുന്നതിന് വേണ്ടി നമ്മളല്ലാതെ ആരാണുള്ളത്? ഇവിടെ LDF എന്ന ഈ ഒരു സംവിധാനത്തിന് മാത്രമേ അവർക്ക് അത്തരത്തിലൊരു പുനരധിവാസം, നമ്മൾ കണ്ടതാണ്, പ്രളയത്തിൽ നമ്മൾ പുനരധിവസിപ്പിച്ചതാണ്. കോവിഡിന്റെ കാലം അതിജീവിച്ചവരാണ് നമ്മൾ. അതിന് ഈ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ടുണ്ട് എങ്കിൽ വയനാടിന്റെ വികസന പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഈ ഇടതുപക്ഷ സർക്കാരിന് മാത്രമാണ് അതിനുള്ള ഏറ്റവും മഹനീയ മാതൃക സൃഷ്ടിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്രം നമുക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ വയനാടിന് വേണ്ടിയും കേരളത്തിന്റെ എല്ലാ അവകാശങ്ങളും തരുന്നതിന് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സമര സന്നാഹത്തിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത് ഒരു സൂചനയായി മാത്രം കണ്ടുകൊണ്ട് ഇനിയും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് എതിരെ ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇനിയും കടുത്ത തീരുമാനങ്ങൾ ഗവൺമെന്റിനും LDF-നും ഒക്കെ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ MPമാർ ഉൾപ്പെടെ കേരളത്തിന് ശബ്ദമായി മാറുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ ചെറിയ വർത്തമാനം ചുരുക്കട്ടെ. നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യങ്ങൾ.